ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതിയിട്ട് നിൽക്കുവാണല്ലേ എല്ലാവരും. സെക്കൻഡ് സ്റ്റേജ് എക്സാം എഴുതാൻ പോയപ്പോഴാണ് കുറേ പേർക്ക് നിരാശയുണ്ടായത്. ആരും നിരാശപ്പെടേണ്ട. നിങ്ങളുടെ സെക്കൻഡ് സ്റ്റേജ് എക്സാം ഓഗസ്റ്റ് 22-ാം തീയതി എന്നുള്ള ഡേറ്റിലോട്ട് എന്തായാലും മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നന്നായി പഠിക്കുക. നിങ്ങൾക്ക് കിട്ടിയ സമയം നിങ്ങൾ എന്ത് ചെയ്യുക, വിനിയോഗിക്കുക. തേർഡ് ഫേസ് ഉള്ളവർ മറക്കരുത്. നിങ്ങൾക്ക് ഓഗസ്റ്റ് 1-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം. നിങ്ങളുടെ പഠനവും നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ എക്സാം കഴിഞ്ഞു. രണ്ടാമത്തെ ഫേസിൻ്റെ കുറച്ച് ലീക്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു അല്ലേ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നടാ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട്? ഫസ്റ്റ് എക്സാം ആണോ സെക്കൻഡ് ഫേസ് എക്സാം ആയിരുന്നു എളുപ്പം എന്നുള്ള ഭാഗത്ത് നിന്ന്? മാത്സിൻ്റെ കാര്യം നമുക്ക് ഇവിടെ സംസാരിക്കാം. ആദ്യത്തെ എക്സാമും രണ്ടാമത്തെ സെക്കൻഡ് ഫേസ് അതായത് റദ്ദാക്കിയ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയപ്പോൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? ഏകദേശം എല്ലാം തന്നെ നമ്മൾ മുൻ വർഷത്തെ അല്ലെങ്കിൽ മുൻ വർഷ ചോദ്യങ്ങൾ അല്ലെങ്കിൽ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളുടെ സീരീസ് പഠിച്ചിട്ട് പോയവർക്ക് എന്നിരുന്നാലും ഒരു 16-17ഓളം ചോദ്യങ്ങൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിലെയും സെക്കൻഡ് സ്റ്റേജിലെയും കുറച്ച് കാര്യങ്ങൾ ഒന്നൊന്ന് ചർച്ച ചെയ്യാം. എടാ, ആദ്യത്തെ സ്റ്റേജിൽ ശ്രേണികൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 5ഓളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എഴുത്ത് മനസ്സിലാക്കിയാൽ മനസ്സിലാകും. അതായത് 5ഓളം ക്വസ്റ്റ്യൻസ് ശ്രേണികൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് മാത്രമായി ചോദിച്ചിട്ടുണ്ട്. ബോർഡ് പാസിൽ നിന്ന് 3 എണ്ണം, അതുപോലെ ക്ലോക്കിൽ നിന്ന് 2 എണ്ണം, വർഗമൂലം അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 2 ചോദ്യങ്ങൾ വീതം. അത് അപ്പോൾ തന്നെ 20 മാർക്കിന് ചോദിക്കുന്ന മാത്സിൻ്റെ ഭാഗത്തിൽ നിന്ന് 12 മാർക്കും അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയായിരുന്നു ഒന്നാമത്തെ ഫേസ്. രണ്ടാമത്തെ ഫേസിലോട്ട് വന്നപ്പോൾ ഒന്നും തന്നെ നോക്കിയാൽ മതി, ഈ പറയുന്ന ശ്രേണികൾ അവിടെ ഇല്ല അല്ലേ. അതുപോലെ ബോട്ട് മാസ് ആണെങ്കിലോ 3 എണ്ണം ഉണ്ട്, അതുപോലെ ചോദിക്കുന്നുണ്ട്. ക്ലോക്കോ വർഗമൂലമോ ഒന്നും തന്നെ ഇതിനകത്ത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റേജ് എഴുതിയവർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റി. റദ്ദാക്കിയത് സെക്കൻഡ് സ്റ്റേജ് വളരെ ഉപകാരം എന്നേ ഞാൻ പറയുള്ളൂ. കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ, ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാത്തവർ, ഇനിയും കുറച്ച് പഠിക്കാനുള്ളവർക്കൊക്കെ എന്നിരുന്നാലും നമുക്ക് പഠിക്കാൻ ഒരു സമയം കിട്ടിയ പോലെ മാത്രം ചിന്തിച്ചാൽ മതി. കാര്യം ഒന്നാമത്തെ സ്റ്റേജിനെ അപേക്ഷിച്ച് മാത്സ് രണ്ടാമത്തെ സ്റ്റേജ് കുറച്ചൊന്ന് ബുദ്ധിമുട്ടായിരുന്നു. വളരെ കുറച്ചായിരുന്നു ബുദ്ധിമുട്ട്. എന്നിരുന്നാലും എല്ലാം നമ്മുടെ സിലബസിനകത്ത് ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. എല്ലാം നമ്മൾ പ്രീവിയസ് ഇയർ പഠിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചത്. അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടേണ്ടയോ അല്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫസ്റ്റ് സ്റ്റേജ് എഴുതിയവർക്ക് എങ്ങനെ പോയാലും ഒരു 18, 19, 20 മാർക്കോളം സുഖമായിട്ട് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്റ്റേജ് എക്സാം ആയിരുന്നു ഫസ്റ്റ് സ്റ്റേജ്. ആദ്യത്തെ സ്റ്റേജിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 12ഓളം ചോദ്യങ്ങൾ ഈ ഒരു 4 ടോപ്പിക്കിൽ നിന്ന് വന്നു. നമ്മുടെ വൈഡായിട്ട് കിടക്കുന്ന മാത്സിൻ്റെ ടോപ്പിക്കിൽ നിന്ന് 4ഓളം ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20, 40 ചോദ്യങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ രണ്ടിലും കോമൺ ആയിട്ട് വന്ന ഭാഗങ്ങളാണ് വയസ്സ് അല്ല, ഏജുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ. ആദ്യത്തെ സ്റ്റേജിലും ഉച്ചയ്ക്ക് ശേഷം നടന്ന റദ്ദാക്കിയ പരീക്ഷയിൽ ആ സ്റ്റേജിലും എന്ത് ചെയ്തിട്ടുണ്ട്, വയസ്സുകൾ ചോദിച്ചിട്ടുണ്ട്. ബോട്ട് മാസ് 2ലും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ദിശാരൂപം അതായത് ദിശാദൂരം എന്ന് പറയുന്ന ദിശാദൂരം എന്ന് പറയുന്ന ടോപ്പിക്ക് അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലാഭനഷ്ടക്കണക്ക് ചോദിച്ചിട്ടുണ്ട്. ലാഭം എത്ര, നഷ്ടം എത്ര എന്നുള്ള ഭാഗത്തിലുള്ള 2 സ്റ്റേജുകളിലും അത് ചോദിച്ചിട്ടുണ്ട്. വർഗമൂലം, കൃത്യംഗ നിയമങ്ങൾ കൃത്യമായിട്ട് 2 സ്റ്റേജുകളിലും ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം മുൻപത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ പ്രത്യേകം ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ള അതേ ടോപ്പിക്കുകളിൽ നിന്നാണ് ചോദ്യം വന്നത്. കൃത്യംഗ നിയമങ്ങൾ അതുപോലെയാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് ശരാശരിക്കും ചോദിച്ചിരിക്കുന്നത്. നല്ല ചോദ്യങ്ങളായിരുന്നു, സ്റ്റാൻഡേർഡുള്ള ചോദ്യങ്ങളായിരുന്നു. ഭിന്നസംഖ്യകളുടെ ഭാഗത്ത് നിന്നും ഭിന്നസംഖ്യകളുടെ കൂട്ടലുകൾ, കുറയ്ക്കലുകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ട് ഭിന്നസംഖ്യകളുടെ ഭാഗത്ത് നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു 2 സ്റ്റേജിലും ഉൾപ്പെട്ട ഏകദേശം ഒരു ടോപ്പിക്സാണ് ഞാൻ ഈ ഒരു ബ്ലൂവിൽ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ബ്ലൂവിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് അതാണ്. ഫസ്റ്റ് സ്റ്റേജിനകത്ത് ഈ 4 എണ്ണം റിപ്പീറ്റ് ചെയ്ത് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരു ടോപ്പിക്കിൽ നിന്ന് റിപ്പീറ്റ് ചെയ്താണ് ശ്രേണികളെ, ബോട്ട് മാസ്, ക്ലോക്ക്, വർഗമൂലം. കാര്യം എന്ന് വെച്ചാൽ ഒരു ഏകദേശം ബോട്ട് മാസിനും ശ്രേണികളും പഠിക്കുന്നവർക്കും ക്ലോക്കൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് 10 മാർക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് മാർക്ക് മാത്രം തന്നെ കിട്ടും. എന്നാൽ അത്രത്തോളം 10 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു സെക്കൻഡ് സ്റ്റേജിന്. കാര്യം സെക്കൻഡ് സ്റ്റേജിന് എന്തായിരുന്നു പ്രശ്നം? റിപ്പീറ്റേഷൻ കുറവായിരുന്നു. ബോട്ട് മാസും ഭിന്നസംഖ്യയും ശരാശരിയും മാത്രം 2 വീതം റിപ്പീറ്റ് ചെയ്യുമ്പോൾ 7 മാർക്കോളമേ അവിടെ കിട്ടുള്ളൂ. എന്നിരുന്നാൽ തന്നെയും നമുക്കെല്ലാം ശരാശരി ഭിന്നസംഖ്യ എന്തെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ അവിടെയും മാർക്ക് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇതുപോലെ എളുപ്പമല്ലായിരുന്നു സെക്കൻഡ് സ്റ്റേജ്. റദ്ദാക്കിയത് എന്തുകൊണ്ടും നല്ലത് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. അതുപോലെ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോമൺ ടോപ്പിക് അല്ലാണ്ട് നിരന്തരം പിന്നെ ചോദിക്കുന്ന ഒരു സെക്ഷൻ എന്ന് വെച്ചാൽ അംശബന്ധം അനുപാതം.
അംശബന്ധം അനുപാതം നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ജോലി സമയം ചോദിച്ചിട്ടുണ്ട്, LCM HCF ചോദിച്ചിട്ടുണ്ട്. ഒറ്റയാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്, ഒറ്റയാനെ ആലോചിച്ചിരുന്ന സമയം കളയരുത്, ഒറ്റയടിക്ക് നമുക്ക് കിട്ടുന്നതാണ് എന്നുണ്ടെങ്കിൽ ഒറ്റയാനെ നമുക്ക് കണ്ടെത്താം. ഒറ്റയാൻ സെക്കൻഡ് സ്റ്റേജിലായിരുന്നു ചോദിച്ചിരുന്നത്. വരിയും നിരയും ചോദിച്ചിട്ടുണ്ട്, ഒരൊറ്റ സ്റ്റേജിൽ ചോദിച്ചുള്ളൂ, അതിനകത്ത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചോദിച്ചിരുന്നു, അത് സെക്കൻഡ് സ്റ്റേജിലായിരുന്നു ചോദിച്ചിരുന്നത്. കുടുംബ ബന്ധം ചോദിച്ചിരുന്നു, അതും സെക്കൻഡ് സ്റ്റേജിലായിരുന്നു ചോദിച്ചിരുന്നത്. ക്ലോക്കും ചോദിച്ചിരുന്നു, ഡീകോഡിങ്ങും ഉണ്ടായിരുന്നു. അതായത് ഡീകോഡിങ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അക്ഷരശ്രേണികളാണ് ഉദ്ദേശിക്കുന്നത്. സംഖ്യാശ്രേണികൾ പോലെ തന്നെ അക്ഷരശ്രേണികൾ ചോദിച്ചിരുന്നു. അതുപോലെ ഡീകോഡിങ് എന്തായാലും ഇതിനകത്ത് കാണും. ഡീകോഡിങ്, ഒറ്റയാൻ, ഇതെല്ലാം നിങ്ങളൊന്ന് കൃത്യമായി പരിശീലിച്ചതിന് ശേഷം മാത്രമേ എന്ത് പോകാവുള്ളൂ. ഇനി തേർഡ് ഫേസ് എക്സാം ഓഗസ്റ്റ് 1-ാം തീയതി എക്സാം എഴുതുന്നവർ പോകാവൂ. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ഇനി പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഇനി മാത്സിൻ്റെ കാര്യത്തിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ആരും ഒന്നും തന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സെക്കൻഡ് സ്റ്റേജ് പഠിച്ച് തീരാത്തവർക്ക് ഒരു ഭാഗ്യം എന്നുള്ള വശം കാരണം അവർക്ക് കുറച്ചധികം സമയം കിട്ടിയിട്ടുണ്ട്. ആ സമയം നിങ്ങൾ വിനിയോഗിക്കുക. നിങ്ങൾക്ക് ഇന്ന് നടക്കുന്ന എക്സാമുകൾ നല്ല എക്സാമുകളായിരിക്കും, നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഏത് ചോദ്യം വന്നാലും ചെയ്യാൻ പാകത്തിനുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചു മാറുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇനിയുള്ളൊരു കടമ്പ എന്നുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള എക്സാമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ കോമൺ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം പഠിച്ചു മാറ്റുക. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇതിനകത്ത് ഏതെങ്കിലും നിന്ന് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പഠിച്ചു മാറ്റുക. ബോട്ട് മാസ്, ശ്രേണികൾ, ക്ലോക്ക്, വർഗ്ഗമൂലം, കൃത്യംഗങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുക, ഷുവറായിട്ടും വരുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്തെങ്കിലും ടൈപ്പ് അതിനകത്ത് മിസ്സാക്കിയിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും അത് പഠിക്കാതെ നിങ്ങൾ ഇനി എക്സാം ഹോളിൽ പോകരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പോകുക. തൊണ്ടയടഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് മുൻപോട്ട് പോകാം. ഈ കോമൺ ആയിട്ടുള്ള ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഓരോന്ന് വീതം സെപ്പറേറ്റ് ആയി ചോദിക്കുന്ന ടോപ്പിക്കിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് നിന്ന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം എന്ത് ചെയ്യുക, കിട്ടുന്നതെല്ലാം നിങ്ങൾ അരിച്ചു പറക്കി ചെയ്യുക. 10th പ്രിലിംസിന് 10th മെയിൻസിൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കുന്നത് പ്രീവിയസ് തന്നെയാണ്. നമ്മൾക്ക് മുൻപത്തെ ക്ലാസ്സുകളിലും 10th പ്രിലിംസിൻ്റെ ക്ലാസ്സുകളിലും എല്ലാം പ്രീവിയസ് വെച്ച് ചെയ്തതിൻ്റെ ലാസ്റ്റ് PYQ സീരീസിൽ നിന്ന് മാത്രം കുറേ അധികം ചോദ്യം വന്നിട്ടുണ്ട്. PYQ സീരീസിൻ്റെ മോഡൽസ് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. അത് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മാത്സ് നിന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ല കുറേ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ടോപ്പിക്കുകളായിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള ഓരോ ചോദ്യങ്ങൾ വീതം ചെയ്യാം. ആദ്യത്തെ ചോദ്യം തന്നെ നോക്കിയാളാ, വയസ്സ്. ഞാൻ പറഞ്ഞില്ലേ, വയസ്സിൻ്റെ ചോദ്യം എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. രണ്ട് ഭാഗങ്ങളിലും ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യമാണ്. വയസ്സിൻ്റെ ഒരു ചോദ്യം നോക്കാം. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. 4 വർഷം മുൻപ് അത് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ പ്രായം എത്രയെന്നാണ് ചോദിക്കുന്നത്. വയസ്സിൻ്റെ ചോദ്യങ്ങൾ ചെയ്യാനുള്ള മെത്തേഡ്സ് എല്ലാം നമ്മൾ പഠിപ്പിച്ചതാണ്. ഒന്ന് പറയാം, എളുപ്പമാണ്. വയസ്സ് ഇപ്പോൾ നിങ്ങൾക്ക് വന്നപ്പോൾ മനസ്സിലായല്ലോ, വയസ്സ് കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കും. അത് സിലബസിന് പുറത്തുള്ളതല്ല, അത് മാനസിക ശേഷി അല്ലേ, നമ്മുടെ മെൻ്റൽ എബിലിറ്റി ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്രയെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോഴത്തെ എന്ന് പറയുന്നില്ല, അതുകൊണ്ട് അബുവിൻ്റെ പ്രായം എത്രയെന്ന് വെച്ചാൽ അത് ഇപ്പോഴത്തെ പ്രായം. കാര്യം ആദ്യം പറയുന്നത് അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം മകൻ്റെ പ്രായത്തിൻ്റെ 4 മടങ്ങാണ്. അപ്പം അബുവുമുണ്ട്, അബുവിൻ്റെ മകനുമുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും പ്രായങ്ങളുടെ കണക്കുകളാണ് പറയുന്നത്. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുമ്പോൾ മകൻ്റെ പ്രായത്തിൻ്റെ എത്രയാണ്, 4 മടങ്ങ്. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, എന്തായിരുന്നു, പ്രായം കുറഞ്ഞ ഒരാളെ എന്തെടുക്കുക, മടങ്ങിൻ്റെ കണക്ക്, ഇരട്ടിയുടെ കണക്ക് എന്നൊക്കെ പറയുമ്പോൾ പ്രായം കുറഞ്ഞ ആൾക്ക് 1 കൊടുക്കുകയും അത് എത്ര മടങ്ങാണോ പ്രായം കൂടിയ ആൾക്ക് 4 മടങ്ങ്, അത് 4 വലിയ പ്രായമുള്ള ആൾക്കും കൊടുക്കുക. അപ്പോൾ അവരുടെ തമ്മിലുള്ള റേഷ്യോ എന്തായി, 4ഉം 1ഉമായി. അവരുടെ ഇപ്പോഴത്തെ പ്രായങ്ങളുടെ റേഷ്യോ 4ഉം 1ഉം, അബുവും അയാളുടെ മകനും തമ്മിലുള്ളത്. എന്നാൽ 4 വർഷം മുൻപ് മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു അബുവിൻ്റെ പ്രായം. ഓക്കെ ആണല്ലോ. അപ്പം 4 വർഷം മുമ്പ് 4 ഇയേഴ്സ്. ഓക്കെ ആണല്ലോ. അതിന് മുൻപ് 4 വർഷം മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്, മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു. അപ്പോഴും പ്രായം കുറവ് മകൻ, അതുകൊണ്ട് മകൻ 1 കൊടുത്തു. 7 മടങ്ങെന്ന് പറഞ്ഞാൽ 7 ആയിരിക്കണം അബുവിന് അപ്പോൾ കൊടുക്കേണ്ട പ്രായം. മകൻ്റെ പ്രായത്തിൻ്റെ 7 മടങ്ങായിരുന്നു 4 വർഷം മുൻപ്. എന്താണ്, 4 ഇയേഴ്സ് ബിഫോർ ആർക്ക്, നമ്മുടെ അബുവിന്. അങ്ങനെയാണെങ്കിൽ അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് ചോദിച്ചിരിക്കുന്നത്. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ പഠിക്കുന്ന മെത്തേഡ് തന്നെയാണ്. ഒന്ന് ശ്രദ്ധിക്കുക. അബുവിൻ്റെ ഇപ്പോഴത്തെ പ്രായം കാണാൻ ഇപ്പോഴത്തെ അബുവിൻ്റെ റേഷ്യോ ഏതാണ്, അത് 4 ആണ്. ആ റേഷ്യോ എഴുതുക. ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ അല്ലെങ്കിൽ ഈ ഭാഗത്തോട്ട് എഴുതാം. ആ റേഷ്യോ എഴുതുക. 4 എഴുതുക. 4 എഴുതി.
അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ റേഷ്യോ ഒഴികെയുള്ള ഭാഗം ഏതാണ്, ആ ഒരു നിര ഒഴികെയുള്ള ഭാഗം ഇതാണ് 7 1. അതിൻ്റെ വ്യത്യാസം എത്രയാണ്? 7 1 പോയാൽ 6, അത് മൾട്ടിപ്പിൾ ചെയ്യുക 6. അതിനുശേഷം ഈ പറയുന്ന അബുവിൻ്റെ ഈ 2 റേഷ്യോകൾ എത്ര വർഷത്തിനിടയിലാണ്? അതെ, ഇപ്പോഴത്തെ റേഷ്യോയും 4 വർഷം മുൻപുള്ള റേഷ്യോയും, അതായത് 4 വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എത്രയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. 4 വർഷങ്ങളുടെ വ്യത്യാസം, ആ വർഷങ്ങളുടെ വ്യത്യാസം എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, ഹോൾ ഡിവൈഡഡ് ബൈ. അതിനുശേഷം നിങ്ങൾക്ക് തെറ്റരുത്, എന്ത്, ഇത് നിങ്ങൾ ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എടുത്ത് ഡിവൈഡ് ചെയ്യുക. ക്രോസ് ചെയ്യുക എന്ന് വെച്ചാൽ വലിയ കാര്യമില്ല. 1 4 4 1 7 7. അപ്പോൾ 4ഉം 7ഉം കൂടെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? മൈനസ് ഒന്നും നോക്കണ്ട, വലുതിൽ നിന്ന് അങ്ങ് ചെറുത് കുറച്ചാൽ മതി. 7ൽ നിന്ന് 4 പോയാൽ 3 കിട്ടും. ആ 3 എന്തെഴുതേണ്ടത്? ഡിനോമിനേറ്ററിൽ എഴുതേണ്ടത്. സിമ്പിൾ അല്ലേ? ഇനി ആ 3 6 കൂടെ കട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതെ, 2 വെച്ച് കട്ട് ചെയ്യാം. അല്ലേ, 4 × 2 × 4, 4 4 ആർ 16 കിട്ടി അല്ലേ. 4 4 16, 16 × 2 എത്രയാണ്? 30 അല്ലേ, 32 കിട്ടിയിട്ടുണ്ട്. 32 ഉത്തരമായി നമുക്ക് അപ്പോൾ എന്ത് എഴുതാം? 32 വയസ്സാണ് ആർക്ക്? 32 വയസ്സാണ് ആർക്കുള്ളത്? നമ്മുടെ അബുവിന് ഇപ്പോഴുള്ളത്. അബുവിൻ്റെ പ്രായമാണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ആ പ്രായം വെച്ച് മറ്റുള്ളതിൻ്റെ വ്യത്യാസം എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യുക. അതിനുശേഷം ഈ വർഷങ്ങളുടെ വ്യത്യാസം 4 എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യുക. ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ഇതിൻ്റെ ക്രോസുകളുടെ വ്യത്യാസം. ക്രോസിൻ്റെ വ്യത്യാസം എത്രയാണ്? അത് 3 ആണ്. ഒരു 7 മൈനസ് 1 4 4. 7 - 4 3 ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് ഉള്ളതെല്ലാം കൂടെ വാരിപ്പറക്കി എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ ചെയ്യുക. 4 × 2 8, 8 4 32. സിമ്പിളായിട്ട് 32 വയസ്സാണ് അബുവിൻ്റേതെന്ന് നമുക്ക് മനസ്സിലാകും. ഈ ഫോർമാറ്റിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇൻ കേസ് നമ്മുടെ ആരുടെയാണ്? സണ്ണിൻ്റെയാണ്. സണ്ണിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ മകൻ്റെയാണ് പ്രായം കാണേണ്ടതെങ്കിൽ മകൻ്റെ പ്രായം എടുക്കണം. മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണെങ്കിൽ ഇതെടുക്കുക. 4 വർഷം മുൻപുള്ള പ്രായമാണെങ്കിൽ ഇതെടുക്കുക. 4 വർഷം മുൻപുള്ള മകൻ്റെ പ്രായം ചോദിച്ചിരുന്നെങ്കിൽ 1 എടുക്കുക, ഇതിന് പകരം 1. ഓക്കെ ആണല്ലോ. അതിനുശേഷം എന്തെടുക്കുക? അതൊഴിച്ച് മുകളിലുള്ള നിരയിലെ വ്യത്യാസം 4നും 1നും നിലയിലുള്ള വ്യത്യാസം 3. ഓക്കെ, അതിനുശേഷം ഇവരുടെ വയസ്സുകളുടെ വ്യത്യാസമല്ല, ഈ വർഷങ്ങളുടെ വ്യത്യാസം. ഇപ്പോഴത്തെയും 4 വർഷം മുൻപത്തെയും കാര്യമാണ്. അപ്പം 4 വർഷമാണ് വർഷങ്ങളുടെ വ്യത്യാസം 4. ഹോൾ ഡിവൈഡഡ് ബൈ ക്രോസിൻ്റെ വ്യത്യാസം. ക്രോസിൻ്റെ വ്യത്യാസം 4ൽ നിന്ന് 7 പോയാൽ 3 തന്നെയാണ്. 3. സിമ്പിളായിട്ട് 3 3 പോയി. 1 4 ആർ 4. 4 വർഷം മുൻപ് മകൻ്റെ പ്രായം എത്രയാണ്? 4 വയസ്സായിരുന്നു. ഇപ്പോഴാണെങ്കിലോ 4 വർഷം കൂടെ കൂടി, അതുകൊണ്ട് 4 4 8 വയസ്സായി. സെറ്റല്ലേ? ഈ ഫോർമാറ്റിലുള്ള എല്ലാ ചോദ്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിൽ ഒന്ന് പോയി ഫ്രീ ആയിട്ടൊന്ന് ചെയ്ത് പഠിച്ച് വെക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്തിട്ട് വരണേ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? സെറ്റാണേ. ബോട്ട് മാസ് എപ്പോഴും ചോദിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞു. അതുപോലെ ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും ചോദിച്ചു. ബോട്ട് മാസ് എങ്ങനെ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യുക? ബോട്ട് മാസ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ വി ബോട്ട് മാസ് എന്നാണ് എപ്പോഴും പറയുന്നത്. വി ബോട്ട് മാസ് എന്നാണ് എപ്പോഴും പറയുന്നത്. എന്താണ് വി ബോട്ട് മാസ് എന്ന് പറയുമ്പോൾ വെങ്കുലം എന്നാണ്. വെങ്കുലം, അതായത് വെങ്കുലം എന്ന് വെച്ചാൽ ഏതെങ്കിലും നമ്പേഴ്സിന് മുകളിലായിട്ട് ഈ നമ്പറിന് മുകളിലായിട്ട് ഇങ്ങനെ ബാർ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ബാർ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ആ പറയുന്ന ബാറിന് തൊട്ടു താഴെയുള്ള നമ്പറുകളുടെ ക്രിയകൾ എന്താണോ അത് ചെയ്യുക. അതിനുശേഷം മാത്രമായിരിക്കണം ബോട്ട് മാസ് സ്റ്റാർട്ട് ചെയ്യാൻ. അതിനുശേഷം മാത്രമായിരിക്കണം ബ്രാക്കറ്റോ അല്ലെങ്കിൽ ഓഫോ ഓർഡറോ ഡിവിഷനോ എന്ത് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ട് വി ബോട്ട് മാസ് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഓയുടെ കാര്യം പറയുമ്പോൾ, ഓ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഓഫ് എന്നും പറയാം. അതുപോലെ തന്നെ ഓർഡർ എന്നും ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് ഈ ഓർഡർ? കൃത്യംഗങ്ങളെയാണ് ഓർഡർ എന്ന് പറയുന്നത്. കൃതികളായി വരുന്നതിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഇതിന് കൃതി ഉണ്ട്, 2 അല്ലെങ്കിൽ 3 ഏതെങ്കിലും ഒരു കൃതി ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ബ്രാക്കറ്റിനുള്ള അകത്തുള്ളത് ചെയ്തതിന് ശേഷം ഓഫോ അല്ലെങ്കിൽ ഓർഡറോ ഉണ്ടെങ്കിൽ അതിനായിരിക്കണം മുൻഗണന നൽകേണ്ടത്. ഓഫോ ഓർഡറോ ഉണ്ടെങ്കിൽ അതിനായിരിക്കണം മുൻഗണന നൽകേണ്ടത്. അതുകൊണ്ട് മൈനസ് ആണെന്ന് പറയുന്നത് മൈൻഡ് ചെയ്യാതിരിക്കരുത്. ഓർഡറാണ്, പവറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനാണ് ഓഫ് അല്ലെങ്കിൽ ഓർഡർ രണ്ടാമത് മുൻഗണന നൽകേണ്ടത്. ഓക്കെ ആണല്ലോ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരുന്നതാണ്. ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമാണ്. നമുക്ക് ഇതൊന്ന് ചെയ്താലോ? 15 + 33 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് 12 ഡിവിഷൻ 3
-10 എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ബ്രാക്കറ്റ് ഇതിനകത്ത് വെങ്കുലമൊന്നും ഇല്ല, ബ്രാക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് ബ്രാക്കറ്റിനകത്തുള്ളത് ഏതാണ്? ഇതാണ് ബ്രാക്കറ്റിനകത്തുള്ളത്. അത് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ അതിന് മുൻപുള്ള 15 പ്ലസ് 33 ഡിവിഷൻ 11. കണ്ടു ഇവിടെ ഡിവിഷൻ ഉണ്ട്. ബോട്ട് മാസ് വെച്ച് ഡിവിഷൻ എന്ന് ഓടിച്ചെന്ന് ചെയ്യരുത്. ബ്രാക്കറ്റ് മാറ്റുക, അതിന് ശേഷം മാത്രം ഡിവിഷൻ ചെയ്യുക. 11 ഇൻറ്റു 12/3 എത്ര കിട്ടൂടാ? എല്ലാവർക്കും അറിയാം അത് 4 ആണ് അല്ലേ? 4 3 12. അപ്പോൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് പരിപാടി കഴിഞ്ഞു. ഓക്കെ, 4 കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുക? 10. പരിപാടി ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബ്രാക്കറ്റ് മാറി. ഇനി എന്താണ്? ബ്രാക്കറ്റ് മാറി. ഓഫ് ഉണ്ടോ? ഓഫ് ഇല്ല. ഓർഡർ ഉണ്ടോ? ഇല്ല. ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. ഡിവിഷൻ കിടക്കുന്നു. ഡിവിഷൻ. ഇനി ആ ഡിവിഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. എന്താണ്? 15. 33 ഡിവൈഡഡ് ബൈ 11 എത്രയാടാ? 33 ഡിവൈഡഡ് ബൈ 11 എത്ര? എല്ലാവർക്കും അറിയാം അത് 3 ആണ് എന്നല്ലേ? 11 ഇൻറ്റു 3 ചെയ്യുമ്പോൾ 33 കിട്ടും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടി ഇൻറ്റു 4. ബാക്കിയുള്ളത് 10 -10. ബ്രാക്കറ്റ് ഓഫ്. ഡിവിഷൻ കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ. സോ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇനി ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ 3 ഇൻറ്റു 4 മാത്രമേ ഉള്ളൂ. അപ്പോൾ 15 പ്ലസ് 3 ഇൻറ്റു 4 എത്രയാടാ? 12. അതിനുശേഷം -10. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി പ്ലസും മൈനസും ആണ്. പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ ഓർഡർ അങ്ങ് ചെയ്തു പോയാലും മതി. ഇടയ്ക്കൊരു മൈനസ് വന്നാലും ആദ്യം പ്ലസ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പ്ലസ്സുകൾ ആദ്യം ചെയ്തതിന് ശേഷം മൈനസ് ചെയ്താൽ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലോട്ട് പോകാം. അതുകൊണ്ട് നമുക്ക് ആദ്യം 15ഉം 12ഉം കൂടെ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 15ഉം 12ഉം കൂടെ ചെയ്യുമ്പോൾ 27 കിട്ടും. 27 എന്ത് ചെയ്യണം? 10 മൈനസ് ചെയ്താൽ എത്ര കിട്ടി? 17 കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിട്ട് വരും? 17 ആയിട്ട് വരും. നമ്മുടെ ഉത്തരം എന്തായിട്ട് വരും? ഓപ്ഷൻ ബി 17 ആയിട്ട് വരും നമ്മുടെ ഉത്തരം. സെറ്റല്ലേ? പക്കയല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബോട്ട് മാസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും വരും. മാക്സിമം ബോട്ട് മാസ് പഠിക്കുന്നത് എങ്ങനെയാണ്? ബോട്ട് മാത്സ് മാക്സിമം നിങ്ങൾ കുറേ PVQ ചെയ്യുക, മോക്ക് ടെക്സ്റ്റുകൾ ചെയ്യുക, അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ബോട്ട് മാസ്, ശ്രേണികൾ, അതുപോലെ തന്നെ ഒറ്റയാനെ കണ്ടുപിടിക്കൽ, ഇങ്ങനെയുള്ള മെൻ്റൽ എബിലിറ്റി ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. സോ അത് നല്ല രീതിയിൽ നിങ്ങളൊന്ന് റിവിഷൻ ചെയ്തെടുക്കുക. അടുത്തൊരു ചോദ്യം നോക്കിയാലോ? സെറ്റാണെങ്കിൽ നോക്കിക്കോളൂ. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ, അതെ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ അറിയാം എന്താണ് ദിശയും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് അല്ലേ? ദിശയും ദൂരവും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ഈ ടോപ്പിക്ക് നിരന്തരം 2 ഭാഗത്തും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദിശയും ദൂരവും എന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് എളുപ്പമാണ്, മെൻ്റലിറ്റിയുടെ ഭാഗത്തു നിന്നാണ്. ഇതിനകത്ത് വരുമ്പോൾ ചില സമയത്ത് അത് എന്ത് വരാം? പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് വരാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് വരാം. ഇങ്ങോട്ട് ഒരാൾ എന്ത് നടക്കുന്നു? ഒരാൾ തെക്കോട്ട് നടക്കുന്നു, അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് എൻഡ് ചെയ്ത ഭാഗത്തുള്ള ദൂരം എത്രയെന്ന് ചോദിച്ചാൽ അവിടെ പൈതഗോറസ് തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ പൈതഗോറസ് തിയറവും ദിശയും വ്യക്തമായി അറിഞ്ഞാൽ ഏത് ചോദ്യവും വന്നാലും നമുക്ക് ചെയ്യാം. എന്നാൽ ഈ ചോദ്യം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് 200 മീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? തെക്കോട്ട് നടക്കുന്നുണ്ട്. തെക്കും വടക്കും എല്ലാം അറിഞ്ഞിരിക്കണം. വാപ്പതേകി അല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ജോഗ്രഫി സാറൊക്കെ പഠിപ്പിക്കുന്നതാണ്. വാപ്പതേകി. തെക്കെന്ന് വെച്ചാൽ വാപ്പതേകി, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക്. അപ്പോൾ തെക്കെന്ന് വെച്ചാൽ താഴോട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 200 മീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? തെക്കോട്ട് നടക്കുന്നുണ്ട്. ഒരാൾ 200 മീറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? തെക്കോട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ 200 മീറ്റർ എന്ത് ചെയ്യുന്നു? തെക്കോട്ട് നടന്നു. അങ്ങനെ നടക്കുന്ന ഒരാൾ തുടർന്ന് 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. ഇങ്ങോട്ട് നടക്കുന്ന ഒരാളുടെ വലതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വലതെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് ആണ്. ഇങ്ങോട്ട് നടക്കുന്ന ഒരാളുടെ വലത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഈ ഭാഗത്തോട്ടാണ് അയാൾ തിരിയുന്നത്. അത് എത്രയാണ്? 160 മീറ്റർ വലത്തോട്ടാണ് നടക്കുന്നത്. എത്ര? 160 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. അതിനുശേഷം മീറ്ററാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? തുടർന്ന് 200 മീറ്റർ വലത്തോട്ട് നടക്കുന്നു. അവിടെ നിന്ന് വീണ്ടും 200 മീറ്റർ വലതെന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ്. അതുകൊണ്ട് മുകളിലോട്ട് 200 മീറ്റർ നടക്കുന്നു. 200 മീറ്റർ വന്നു. കറക്റ്റ് ഇവിടെ വന്ന് നിൽക്കാൻ കാരണം ഇതും 200 ഇതും 200. അതുകൊണ്ടാണ് ഇത് നേരെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അതിനുശേഷം എന്താണ് പറയുന്നത്? അതിനുശേഷം 50 മീറ്റർ ഇടത്തോട്ട് നടക്കുന്നു. ഓൾറെഡി ഇവിടെ നിൽക്കുന്ന ഒരാൾ ഇടത്തോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ടാണല്ലോ പോകേണ്ടത്. ഇങ്ങോട്ട് എത്ര പോയി? 50 മീറ്റർ പോയി. അപ്പോൾ എത്ര കിട്ടി? 50 മീറ്റർ പോയി. അങ്ങനെയെങ്കിൽ ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയെടുത്തു നിന്നും എത്ര അകലെയാണ്? ഇയാൾ യാത്ര തുടങ്ങിയത് ഇവിടെയാണ്. ഇയാൾ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. അതായത് ഇയാൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഈ ദൂരം കൂടെ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ 50ൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി.
50ൻ്റെ കൂടെ ഈ ദൂരവും കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ കിട്ടില്ലേ? ഈ ദൂരം തന്നെയല്ലേടാ ഈ ദൂരം, 160 തന്നെയല്ലേ ഇത്. അതുകൊണ്ട് ഇതും എത്ര തന്നെയാണ്? 160 തന്നെയാണ്. അപ്പോൾ 160 + 50 ചെയ്താൽ ടോട്ടൽ ഇയാൾ സഞ്ചരിച്ച ദൂരമല്ല, ഇയാൾ ആദ്യം നിൽക്കുന്ന സ്ഥലം തൊട്ട് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ദൂരം നമുക്ക് കിട്ടും. 160 50 210. എത്ര? 210 മീറ്റർ ആണ് ഇതിൻ്റെ ഉത്തരം. 210 മീറ്റർ ആണ് ഇതിൻ്റെ ഉത്തരം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മാക്സിമം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മുമ്പോട്ട് പോവുക. ദിശയും ദൂരവും എല്ലാവർക്കും കിട്ടുന്നതാണ്. സമയം കളയരുത്. പെട്ടെന്ന് എന്ത് ചെയ്യുക? ആൻസർ ചെയ്ത് ശ്രദ്ധിച്ച് കറുപ്പിച്ചതിന് ശേഷം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സെറ്റല്ലേ? മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം നോക്കാം. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 9 ഇന്നിങ്സിലായി. അതെ, ശരാശരിയുടെ ക്വസ്റ്റ്യൻ ആണ്. ശരാശരിയുടെ ക്വസ്റ്റ്യൻ 2 ഭാഗങ്ങളിലും ചോദിച്ചിട്ടുണ്ട്. രണ്ടും ഏകദേശം ഒരുപോലെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. മനസ്സിലാക്കുക, ശരാശരിയുടെ ഒരു ടൈപ്പ് തന്നെയാണ് രണ്ടിലും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ടൈപ്പ് തന്നെയാണ് കൂടുതലും ശരാശരിയിൽ വരാൻ ചാൻസ് ഉള്ളത്. സോ ആ ഒരു ടൈപ്പിൻ്റെ മോഡൽ തന്നെ ഒരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. ഈ ചോദ്യം എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് ചെയ്യുന്ന മെത്തേഡ് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അറിയാത്തവർ ഇതൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഇത് ഇന്ന് തന്നെ റിവിഷൻ ചെയ്യാൻ നോക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതാ നോക്കിക്കോളൂ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? 9 ഇന്നിങ്സിലായിട്ട് ശരാശരി 36 റൺസ് എടുത്തിട്ടുണ്ട്. അടുത്ത 2 ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ അയാളുടെ ശരാശരി 40 ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്? 9 ഇന്നിങ്സിലായിട്ട് ശരാശരി എത്ര എടുക്കുന്നുണ്ട്? 36 റൺസ് എടുത്തിട്ടുണ്ട്. 36 റൺസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പറയുവാണ് ഇനി അടുത്ത 2 കളികൾ കൂടെ ഉണ്ട് അല്ലേ? അടുത്ത 2 ഇന്നിങ്സിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ആകെ എത്ര റൺ എടുക്കണം? 9 കളിയിൽ നിൽക്കുന്ന ഒരാൾ 2 ഇന്നിങ്സ് കൂടെ കളിക്കുമ്പോൾ എത്രയും 11 എണ്ണാവും അല്ലേ? 9 കഴിഞ്ഞ് 10 11. അപ്പോൾ 11 ഇന്നിങ്സ് ആകും. 2 കളിയും കൂടെ കളിക്കുമ്പോൾ 11 ഇന്നിങ്സ് ആകും. സോ ആ 2 മാച്ചും കൂടെ കഴിയുമ്പോൾ ഇയാളുടെ റൺസിൻ്റെ ശരാശരി എന്തായിരിക്കണം? 40 ആകണം. എങ്കിൽ 40 ആകണം. എങ്ങനെയാണെങ്കിൽ ഇയാൾ ഈ 2 മാച്ചിൽ എത്ര വീതം റൺസായിരുന്നു എടുത്തത്, അല്ലെങ്കിൽ എത്ര റൺസാണ് ടോട്ടൽ എടുത്തതെന്നാണ് അറിയേണ്ടത്. എത്ര വീതം എന്ന് പറയണ്ട, 2 മാച്ചിലും കൂടെ എത്രയാണെന്ന് എടുത്ത് അടുത്ത 2 ഇന്നിങ്സിൽ ആകെ എത്ര റൺസ് എടുത്താൽ ശരാശരി 40 ആകും. അപ്പോൾ അടുത്ത 2 ഇന്നിങ്സിലും 2 മാച്ചിലും കൂടെ ടോട്ടൽ ഇയാൾ അടുത്ത റൺ എത്രയെന്ന് അറിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്നത് 40 ശരാശരിയാകാൻ സാധിക്കുന്നത്. അപ്പോൾ 9 ഇന്നിങ്സിലായി ശരാശരി 36 ആണെങ്കിൽ 2 ഇന്നിങ്സ് കൂടെ കഴിച്ചപ്പോൾ, അതായത് 11 ഇന്നിങ്സിൽ ശരാശരി 40 ആകണം. അപ്പോൾ ഈ പറയുന്ന 9നും 11നും ഇടയിൽ 2 മാച്ച് കളിച്ചു. ആ 2 മാച്ചിൽ ഇയാൾ അടിച്ച ആകെ റൺ കാണണം. കാണാൻ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിനിടയിലുള്ള വ്യത്യാസം എത്രയാണ്? 9 11 വ്യത്യാസം എത്രയാണ്? അത് 2 ആണ്. അതുപോലെ ഇതിനിടയിലുള്ള വ്യത്യാസം എത്രയാണ്? ഇതിനിടയിലുള്ള വ്യത്യാസം എത്രയാണ്? അത് 4 ആണ്. ഓക്കെ ആണല്ലോ? 4 ആണ്. ഈ 2 വ്യത്യാസങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഈ 2 വ്യത്യാസങ്ങൾ നിങ്ങൾ എഴുതുക. ഈ പറയുന്ന ഇന്നിങ്സ് അതിൻ്റെ ശരാശരി, 11 ഇന്നിങ്സ് അതിൻ്റെ ശരാശരി, ഇന്നിങ്സുകളുടെ വ്യത്യാസം എഴുതുക, ശരാശരിയുടെയും വ്യത്യാസം എഴുതുക. ശേഷം വളരെ എളുപ്പമാണ്. ഈ പറയുന്ന +2 × 40 ചെയ്യുക. ഏതാണ്? ഈ പറയുന്ന +2 × 40 ചെയ്യുക. 40 × 2 ചെയ്യുക. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പറയുന്ന +4 × 9 ചെയ്യുക. എന്താ? +4 × 9, 9 × 4. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഉത്തരമായി കിട്ടുന്നത്? 40 × 2 എന്ന് പറയുമ്പോൾ 80 ആണ് കിട്ടുന്നത്. ഓക്കെ, അറിയാം. 9 4 36 ആണ് കിട്ടുന്നത്, അതും അറിയാം. അതിനുശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടി വെച്ചാൽ ആൻസർ കിട്ടി. 80ഉം 36 കൂടെ കൂട്ടിയാൽ എത്രയാണ്? 116 ആണ് ഉത്തരമായി വരുന്നത്. 116 ആണ് ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ എ ദാ കിടക്കുന്നു, 116. സിമ്പിള്. എന്താണ് ഇവിടെ ഞാൻ ചെയ്തത്? ഈ പറയുന്ന ഇന്നിങ്സിൻ്റെ ശരാശരികൾ നോക്കുക. 9 ഇന്നിങ്സിൽ നിന്ന് 36 ശരാശരി വാങ്ങിച്ച ഒരു കളിക്കാരൻ, ഒരു പ്ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത 2 ഇന്നിങ്സിൽ ടോട്ടൽ എത്ര റൺസ് അടിച്ചാൽ 40 ശരാശരിയാകും. അടുത്ത 2 ഇന്നിങ്സ് എന്ന് പറയുമ്പോൾ 9ൻ്റെ കൂടെ 2 കൂട്ടുമ്പോൾ 11. സോ വ്യത്യാസം 2, ശരാശരി ഉണ്ടാകുന്ന വ്യത്യാസം 4. ഈ പറയുന്ന വ്യത്യാസത്തെ ഈ പറയുന്ന നമ്പറുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. പ്ലസ്, അപ്പോൾ എത്ര കിട്ടി? 80. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഈ പറയുന്ന ശരാശരിയിലെ വ്യത്യാസത്തെ ഈ കിടക്കുന്ന നമ്പറുമായിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. 9 × 4 36. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് എന്താണോ ഇതാണ് നമ്മുടെ ഉത്തരമായി ലഭിക്കുന്നത്. 116 ആണ് ഈ 2 മാച്ചുകളിലായിട്ട് ഇയാൾ അടിച്ചു കൂട്ടിയ റൺസ്. എന്നാൽ മാത്രമേ ഇയാളുടെ ശരാശരി 40 മാറുകയുള്ളൂ. സെറ്റല്ലേ? ഇതേ ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഈ വയസ്സുകളുടെ കണക്ഷൻ വെച്ചിട്ട് 9 പേരുടെ വയസ്സിൻ്റെ ശരാശരി ഇതാണെങ്കിൽ ടീച്ചറിൻ്റെ വയസ്സും കൂടെ ചേർത്താൽ 9 കുട്ടികളുടെ പ്രായം അല്ലേ, അതേ കണക്കിന് 9 കുട്ടികളുടെ വെയിറ്റ്,
അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതേ മോഡൽ ചോദ്യങ്ങളാണ്. സോ അത് ചെയ്യാനുള്ള മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഏത് ചോദ്യം വന്നാലും ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ ആണല്ലോ, പക്കയാണല്ലോ. അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയാൽ സെറ്റ്. 25,000 രൂപയ്ക്ക് വാങ്ങിയ അലമാര 23,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം? ലാഭശതമാനമാണ് രണ്ട് ടോപ്പിക്കിലും, അതായത് രണ്ട് സ്റ്റേജിലും ചോദിച്ചത് ലാഭശതമാനം. ലാഭനഷ്ടക്കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞു, ചോദിക്കുന്നുണ്ട്. അത് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്. രണ്ടിലും സെയിം ചോദ്യങ്ങളാണ്, കുറച്ച് വ്യത്യാസമുണ്ടെന്ന് മാത്രം. രണ്ടിലും ലാഭങ്ങൾ എത്ര എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അവിടെ ലാഭനഷ്ടക്കണക്കിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, ലാഭം കാണാനുള്ള ഇക്വേഷൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, നഷ്ടമാണെങ്കിൽ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്ത് വെച്ചിരിക്കുക, മനസ്സിലാക്കി വെച്ചിരിക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം ഈ ടോപ്പിക്കിനകത്തുള്ള ഏതെങ്കിലും ടൈപ്പ് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. കാര്യം ഇനിയുള്ള സ്റ്റേജിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കണമെന്നില്ല ചോദിക്കുന്നത്. അതുകൊണ്ട് ചെറിയ രീതിയിൽ എന്ത് വരാം, വ്യത്യാസം വരാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലാഭനഷ്ടക്കണക്കെന്ന് പറയുന്ന ഈ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്ത് മാറ്റുക. അതിനകത്ത് ഇനി എന്ത് ചെയ്യാൻ പാടില്ല, ഇനിയൊരു സൊല്യൂഷൻ വേണ്ട, ഇനിയൊരു സമയം വേണ്ട. അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു സ്കിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പഠിച്ച് മാറ്റുക, ഷുവറായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് എളുപ്പമായിട്ടുള്ള മാർഗം മാത്രം പഠിക്കാതെ, എളുപ്പമായിട്ടുള്ള ടൈപ്പ് മാത്രം പഠിക്കാതെ എല്ലാം അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. സമയമുണ്ട് നിങ്ങൾക്കിനി, ആ സമയം ഉപയോഗിക്കുക. 25,000 രൂപയ്ക്ക് വാങ്ങിച്ചു അല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് 25,000 രൂപ മുടക്കി ഞാൻ ഒരു ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് 23,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടമാണെന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. അതുകൊണ്ടല്ലേ അവർ നഷ്ടം എത്ര ശതമാനം എന്ന് പറയുന്നത്. എത്രയാണ് നഷ്ടം മാത്രം പറഞ്ഞാൽ എത്രയാണ്? 25 മൈനസ് 23 അല്ലേ. 25,000-ൽ നിന്ന് എന്ത് ചെയ്യണം, 23,000 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ എന്ത് നഷ്ടമായി കിട്ടുന്നത്. അത് 2,000 ആണ്. 2,000 രൂപയാണ് നമ്മുടെ എന്ത് നഷ്ടമായി കിട്ടുന്നത്. 2,000 രൂപയാണ് നഷ്ടമായി കിട്ടുന്നത്. നഷ്ടശതമാനം കാണുന്നത് എങ്ങനെയാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നഷ്ടശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടശതമാനം എന്ന് വെച്ചാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എത്രയാണോ അതേ ഡിവൈഡ് ബൈ വാങ്ങിയ വില. ഏതാ? വാങ്ങിയ വില അതേ ഇൻറ്റു 100. ഇനി ഞാൻ പറയാം നഷ്ടം എത്രയാണ്. നമുക്കറിയാം 2,000 രൂപ. ആ 2,000 രൂപ എടുത്ത് എഴുതുക. വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്? 2,500 രൂപയ്ക്ക് എഴുതിയ സാധനമാണ്. 2,500 രൂപയ്ക്ക്, സോറി 2,000 അല്ല, 25,000 രൂപയ്ക്ക്. 25,000 രൂപയ്ക്ക് വാങ്ങിയ സാധനമാണ്. സോ 2,000 രൂപ നഷ്ടം വന്നു ഇൻറ്റു 100. പരിപാടിയുള്ളൊരു വിധം തീരാറായി. ഈ 3 0 കട്ട് ചെയ്യാം, ഈ 3 0 കട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അതിനുശേഷം 25 100 കൂടെ കട്ട് ചെയ്യാം. 25 ഇൻറ്റു 4 ചെയ്താലാണ് 100. പിന്നെ ഈ 4ഉം 2ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 8% നഷ്ടം. എത്ര? 8% നഷ്ടം വരും. എത്ര? 8% നഷ്ടം വരും. ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ഉത്തരം. 8% നിങ്ങൾക്ക് നഷ്ടം വരുന്നത്. സെറ്റാണല്ലോ. 8% നിങ്ങൾക്ക് നഷ്ടം വരുന്നത്. എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഭാഗമായിരുന്നു. ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, ആൻസറിലോട്ട് വരാം. നിങ്ങൾ ഈ ടോപ്പിക് എന്തായാലും നന്നായിട്ട് പഠിച്ചിരിക്കുക. ഏതെങ്കിലും ഭാഗങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടോപ്പിക്കിൽ അതെന്തായാലും റിവിഷൻ ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ. നഷ്ടശതമാനം, ലാഭശതമാനം, വാങ്ങിയ വില, വിറ്റ വില, പരസ്യവില, അതെല്ലാം എന്തായാലും നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നോക്കിയാലോ. ഇതിനകത്ത് ചോദ്യത്തിനകത്ത് ഉത്തരമില്ല. ഇതെല്ലാം PYQ ആണ്. ഒന്നും തന്നെ ഇല്ല പുറത്തു നിന്നെടുത്ത ചോദ്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങളാണ്. 10th പ്രിലിംസ് മെയിൻസ് ചോദ്യങ്ങളുടെ മുൻവർഷ ചോദ്യങ്ങളാണ്. അതിനകത്ത് ചോദ്യമാണ്. ഇത് ക്യാൻസലായ ചോദ്യമാണ്. കാര്യം ഉത്തരവില്ലാന്നേ ഉള്ളൂ. പക്ഷേ നല്ലൊരു ചോദ്യമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്തരം നമുക്കൊന്ന് കണ്ടുപിടിക്കാം. 5 സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഇതൊക്കെ 5ന്റെ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 5⁻1 ദ ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ പിന്നെയും അത് തന്നെ 5 സ്ക്വയർ ദ ഹോൾ റൈസ് ടു 1 ഇൻറ്റു 5⁻1 ദ ഹോൾ റൈസ് ടു 1. ഇതിൻ്റെ ഉത്തരം ലഘൂകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം കാണുക. സിമ്പിളാണ്. ഇതൊക്കെ a⁻m ദ ഹോൾ റൈസ് ടു n നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്ത്? a⁻m ദ ഹോൾ റൈസ് ടു n എന്ന് വെച്ചാൽ എന്താണ്? a⁻m ഇൻറ്റു n അല്ലേ. a⁻m ഇൻറ്റു n. ഇതുപോലെ തോന്നിക്കുന്ന വേറൊന്നുണ്ട്. a⁻m ഇൻറ്റു b⁻m അല്ലേ. a⁻m ഇൻറ്റു a⁻n a⁻m പ്ലസ് n. ഇത് വേറെ രണ്ടും രണ്ടാണ്. അത് ആലോചിക്കണം. നമുക്കിവിടെ കിടക്കുന്നത് എന്താണ്? a⁻m ദ ഹോൾ റൈസ് ടു n a⁻m ഇൻറ്റു n. 2 ഇൻറ്റു 2 ചെയ്യാം. എത്ര കിട്ടും? 5⁻2 ഇൻറ്റു 2 4 കിട്ടി അല്ലേ. 2 ഇൻറ്റു 2 എത്രയാടാ? 4 കിട്ടി. ഇൻറ്റു ചെയ്തു. അതിനുശേഷം 5⁻1 ഇൻറ്റു 2 അല്ലേ. 5⁻1 ഇൻറ്റു 2 എത്ര കിട്ടും? 2 കിട്ടും. 5⁻2 കിട്ടി. ഓൾ ഡിവൈഡഡ് ബൈ. ഇനി എന്ത് ചെയ്യുക? 5⁻2 ദ ഹോൾ റൈസ് ടു 1.
5 raised to 2 the whole raised to 1 m into n 1 into 2 2 അതായത് 5 raised to 2 തന്നെ into 5 raised to 1 the whole raised to 1 1 into 1 1 തന്നെയാണ് അതുകൊണ്ട് 5 raised to 1 എന്നേ കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ 5 വന്നു ഓക്കെ ആണല്ലോ ഇത്രയുമാണ് അതിൻ്റെ മാക്സിമം നമുക്ക് ചെറുതാക്കാൻ പറ്റും ഇനി കട്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ കട്ട് ചെയ്യാം മുകളിലും താഴെയും ഏതെങ്കിലും വ്യക്തമായിട്ട് ഒരേപോലെ കിടക്കുന്നുണ്ടെങ്കിൽ ഇതാ 5 സ്ക്വയർ ഒരുപോലെയുള്ളതാണ് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതാ നോക്കിക്കോളൂ ബാലൻസ് ഉള്ളത് 5 raised to 4 ഡിവൈഡഡ് ബൈ 5 raised to 1 എന്താണ് 5 raised to 4 ഡിവൈഡഡ് ബൈ 5 raised to 1 ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിവിഷൻ്റെ കാര്യത്തിൽ ഡിവിഷൻ്റെ കാര്യത്തിൽ എന്ത് പഠിച്ചിട്ടുണ്ട് a raised to m ഡിവൈഡഡ് ബൈ a raised to n ആണെന്നുണ്ടെങ്കിൽ a raised to m മൈനസ് n എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ പവറുകൾ തമ്മിൽ എന്ത് ചെയ്യുക മൈനസ് ചെയ്യുക ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ 5 raised to 4ഉം 5 raised to 1ഉം കൂടെ ആണെങ്കിൽ എന്താണ് ബേസ് നമ്പർ സെയിം ആണ് 5a അപ്പോൾ ഈ 4ഉം ഈ 1ഉം കൂടെ മൈനസ് ചെയ്യുക 4 മൈനസ് 1 എത്ര കിട്ടി 5 raised to 3 5 raised to 3 എന്ന് ഉത്തരം എഴുതാം അല്ലെങ്കിൽ 5 raised to 3 എത്രയാണ് 5 into 5 25 into 5 125 ഉത്തരം എത്ര വരും 125 എന്ന് വരും 125 എന്ന് പറയും 5 സ്ക്വയർ അല്ലെങ്കിൽ 125 എന്ന് വരും ഉത്തരം അതാണ് ആൻസർ എത്രയാണ് 125 ഇതാണ് നമ്മുടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻസ് ഒന്നും തന്നെ എന്തില്ല നമുക്ക് ഇതിനകത്തില്ല അതുകൊണ്ട് ഇത് ക്യാൻസൽ ആയി പോയതാണ് സെറ്റാണല്ലോ അതുകൊണ്ട് മനസ്സിലാക്കുക ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ഭാഗം കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ വർഗ്ഗമൂലം കൃത്യംഗ നിയമങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കൃത്യംഗ നിയമങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അത് പഠിച്ചിട്ട് തന്നെ പോവുക കാര്യം ഏതൊക്കെ ഭാഗങ്ങളിലാണ് കൃത്യംഗ നിയമങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി എളുപ്പമാവും കാര്യങ്ങൾ അല്ലെങ്കിൽ ചിലവർ ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുന്നത് കൊണ്ട് ദാ a raised to m plus n 4 രണ്ടും കൂടെ കൂട്ടി വയ്ക്കും 6 എഴുതി വയ്ക്കും പിന്നെ ഇവിടെയും പിന്നെ എന്ത് ചെയ്യും രണ്ടും കൂടെ കൂട്ടി വയ്ക്കും 5 raised to 2 into 5 raised to 1 3 എഴുതി വയ്ക്കും പിന്നെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത് 5 raised to 6ഉം 5 raised to എന്നും കൂടെ ചെയ്യുന്നത് 3യും കൂടെ ഡിവൈഡ് ചെയ്യുന്നത് അത് അവിടെ ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല ചെയ്യുന്ന മെത്തേഡും അതേ പോകുന്ന വഴികളെല്ലാം ശരി തന്നെ പക്ഷേ സമയം കളയുന്നതാണത് മാക്സിമം മുകളിലും താഴെയും സെയിം ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നത് തന്നെയാണ് ഉചിതം അതുകൊണ്ട് ആ ഒരു സ്റ്റെപ്പിലോട്ട് പോയാൽ കുറച്ചുകൂടെ സമയം പോകും അല്ലെങ്കിൽ കുറച്ച് സ്പീഡിലായിരിക്കണം സ്പീഡുള്ളവരെന്തായാലും ആ സ്റ്റെപ്പിലോട്ട് പോകില്ല അതാണ് ഞാൻ പറയുന്നത് മാക്സിമം മുകളിലും താഴെയുള്ള കട്ട് ചെയ്യുക ഇതൊന്നും വേണ്ട ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് വേറൊന്നുമല്ല നിങ്ങൾക്കിത് കാണുമ്പോഴറിയാം 4 1 കുറച്ച് 3 ഉത്തരം എന്താ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല പടപട ആൻസർ കിട്ടും സെറ്റല്ലേ പക്കയല്ലേ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം എന്താ നോക്കിക്കോളൂ 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു എങ്കിൽ ഈ രണ്ട് വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ് നല്ലൊരു ചോദ്യമാണ് ഇത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് എന്ന് ചോദിച്ചാൽ ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുള്ളതാണ് കേട്ടോ ശരാശരി എന്ന ടോപ്പിക്കിനകത്തുള്ളതാണ് നിങ്ങൾക്ക് ഒരു 10th പ്രിലിംസിന് ചോദിച്ചതാണ് 10th പ്രിലിംസ് മെയിൻസ് PVക്ക് ചോദ്യമാണിത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ എന്താണ് ചോദ്യങ്ങൾ വരാം ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാം ഇങ്ങനൊരു ചോദ്യം വന്നാൽ ചെയ്യട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഈ ചോദ്യം എടുത്തിട്ടിരിക്കുന്നത് സിമ്പിൾ പരിപാടിയാണ് ഇതിനകത്ത് ടോട്ടൽ എത്ര പിള്ളേരുണ്ടോ 50 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ എത്ര പേരുണ്ട് 50 കുട്ടികളുണ്ട് ഇതിനകത്ത് അവർ പറയുന്നത് 2 വിഷയങ്ങളുടെ കാര്യമാണ് അതും വിജയിച്ച കാര്യമാണ് 2 വിഷയങ്ങളിൽ വിജയിച്ച കാര്യമാണ് പറയുന്നത് 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു 20 കുട്ടികൾ 20ആണോ 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു അപ്പോൾ 2 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് 2 എക്സാമിന് പാസ്സായ കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമായി പറയുന്നത് ഈ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ ഇവിടെ പറയുന്ന കാര്യങ്ങൾ ടോട്ടൽ കുട്ടികളുടെ എണ്ണം പറയുന്നുണ്ട് 50 ഒരാളല്ല 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചവരുടെ കാര്യം പറയുന്നുണ്ട് 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചവരുടെ കാര്യമാണ് പറയുന്നത് അതിനുശേഷം 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു രണ്ടിലും വിജയിച്ചവരുടെ കാര്യമാണ് പറയുന്നത് എങ്കിൽ എത്ര ഭേദം ഈ 2 വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് കൂട്ടലും കുറയ്ക്കലും മാത്രമേ ഉള്ളൂ എടാ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ടോട്ടൽ ഒന്നുകിൽ നിങ്ങൾക്ക് ശതമാനത്തിലായിരിക്കും പറയുന്നത് 10% ആൾക്കാർക്ക് കാറുണ്ട് 40% ആൾക്കാർക്ക് ബൈക്കുണ്ട് 30% ആൾക്കാർക്ക് കാറും ബൈക്കുമുണ്ട് അങ്ങനെയാണെങ്കിൽ കാറും ബൈക്കും ഇല്ലാത്തവരുടെ എണ്ണം എത്ര അല്ലെങ്കിൽ ശതമാനം എത്ര അപ്പോൾ ശതമാനത്തിൽ തരാം ഇതിനകത്ത് അവർ എണ്ണമാണ് പറയുന്നത് ടോട്ടലായിട്ട് പറയുന്നത് എന്താണ് എണ്ണം പറയാതെ ശതമാനമായിരുന്നുണ്ടെങ്കിൽ ടോട്ടൽ 100% എന്നൊക്കെയാണ് ഇപ്പം ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കുക 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു അപ്പം 40 കുട്ടികൾ ഗണിതത്തിന് വിജയിച്ചു
പ്ലസ് ചെയ്യുക. അതിനുശേഷം 25 കുട്ടികൾ ഇംഗ്ലീഷിന് വിജയിച്ചു. ഓക്കെ ആണല്ലോ. പ്ലസ് ചെയ്യുക. രണ്ടിനും വിജയിച്ചവരുണ്ട്. ഇതിനും വിജയിച്ചത്, ഇംഗ്ലീഷിനും വിജയിച്ചു, മാത്സിനും വിജയിച്ചു. രണ്ടിനും വിജയിച്ചവരെ ഇതിനകത്ത് കൂട്ടേ ചെയ്യരുത്. ബാക്കി എല്ലാവരെയും കൂട്ടുക. രണ്ടിനും വിജയിച്ചവരെ ഇതിനകത്ത് കൂട്ടാനേ പാടില്ല. അവരെ എല്ലായ്പ്പോഴും ഒഴിവാക്കുക, മൈനസ് ആക്കുക. രണ്ടിലും ഉൾപ്പെടുന്നവർ, രണ്ടിലും കോമൺ ആയിട്ടുള്ളവരെ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുക, രണ്ടും വേണമെന്നുള്ള ധാരണയിലുള്ളവരെ, അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കുക. രണ്ടിലും ഉൾപ്പെടുന്നവർ, രണ്ടും വേണമെന്നുള്ളവർ, കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കുക. അപ്പം രണ്ടിലും വിജയിച്ചവർ എത്ര പേരാണ്? 18 കുട്ടികൾ ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചു. രണ്ടിലും വിജയിച്ചത് 18. അവരെ അങ്ങ് മൈനസ് ചെയ്തേ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാം പ്ലസ്സാണ്. ബാക്കിയെന്ന് വെച്ചാൽ ഇതിനകത്ത് ആരാ ഉള്ളത്? ഇനി ഈ 2 വിഷയങ്ങൾക്കും തോറ്റവരുണ്ട്. അവരെ നമുക്കറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരെ എക്സ് ആയിട്ട് കൊടുക്കാം, +x. ഇനി ടോട്ടൽ എല്ലായ്പ്പോഴും ശതമാനമല്ല ഇവിടെ പറഞ്ഞത്, കുട്ടികളുടെ എണ്ണം പറയുന്നുണ്ട്. ടോട്ടൽ 50 കുട്ടികൾ, അതുകൊണ്ട് 50 കൊടുക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിച്ചാൽ ഉത്തരം സിമ്പിളായിട്ട് കിട്ടും. മനസ്സിലായോ? ഈ ഒരു സംഭവം വന്നത് ഒന്നും കൂടി പറയാം. എല്ലായ്പ്പോഴും ഈ ചോദ്യം വരുന്ന മെത്തേഡ് ഞാനൊന്ന് പറയാം. ഒന്നുകിൽ ആകെ കുട്ടികളുടെ എണ്ണം, അല്ലെങ്കിൽ ആകെ ശതമാനമായിരിക്കും പറയുന്നത്. ശതമാനമാണെങ്കിൽ ഈസിക്കൽ ടു എന്തായിരിക്കും? 100. കുട്ടികളുടെ എണ്ണം, അങ്ങനെ എണ്ണമാണ് പറയുന്നതെങ്കിൽ അവരാകെ എണ്ണം പറഞ്ഞിരിക്കും. ഓക്കെ. പിന്നെ പറയുന്നത് 4 കണ്ടീഷനാണ്. അതായത് രണ്ടിലും 2 വിഷയങ്ങൾ കാണും. ഇംഗ്ലീഷിന് വിജയിച്ചവർ, മലയാളത്തിന് വിജയിച്ചവർ, രണ്ടിലും വിജയിച്ചവർ, രണ്ടിലും വിജയിക്കാത്തവർ, ഇങ്ങനെ 4 കണ്ടീഷൻ തരും. കാറുള്ളവർ, ബൈക്കുള്ളവർ, രണ്ടുമുള്ളവർ, രണ്ടുമില്ലാത്തവർ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് കാണും. ഈ ഒരു കണ്ടീഷൻസ് ആലോചിക്കുക. ഓക്കെ ആണല്ലോ. ഒരു റെസിഡൻസ് ഏരിയയിൽ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നവർ, മലയാളം പത്രം വായിക്കുന്നവർ, 2 പത്രവും വായിക്കുന്നവർ, 2 പത്രവും വായിക്കാത്തവർ, ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും ഈ ചോദ്യങ്ങൾ 4 ആയിട്ട് വരും. ഇതിനകത്ത് രണ്ടും വായിക്കുന്നവർ അല്ലെങ്കിൽ രണ്ടിലും ഉൾപ്പെടുന്നവർ ഏതാണോ അവരെ മൈനസ് ചെയ്യുക. ഇതിനകത്ത് രണ്ടിലും ഉൾപ്പെടുന്നവർ ആരാണ്? ഗണിതത്തിനും ഇംഗ്ലീഷിനും വിജയിച്ചവരാ. അവരെ അങ്ങ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. രണ്ടിലും ഉൾപ്പെടാത്ത, 2 വിഷയങ്ങൾക്കും തോറ്റതാരാണ്? അവരെ, രണ്ടിലും ഉൾപ്പെടാത്തവരെ ചേർത്ത് പിടിക്കുക. 2 പേരെയും കൂടെ ചേർത്ത് പിടിക്കുന്നു. സോ അവരെ എക്സ് ആയിട്ട് കൊടുക്കുന്നു. ബാലൻസ് ഉള്ള കാര്യം നമുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ? 40, 20, 65. 65 18 കുറയ്ക്കുക. 65 10 പോയാൽ 55. 55 8 പോകുമ്പോഴത്തേക്കും 47 അല്ലേ? 55 8 പോകുമ്പോൾ 47. സോ 47. അതിനുശേഷം പ്ലസ് എക്സ് ഈസിക്വൽ ടു 50. എക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും 50 47 മൈനസ് ചെയ്താൽ മതി അല്ലേ? 50 47 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3. അതായത് രണ്ടിനും തോറ്റവർ എത്ര പേരാണ്? 3 പേരാണ്. ഓപ്ഷൻ സി 3 പേരാണ്. ഏതൊക്കെ വിഷയങ്ങൾക്ക്? ഗണിതത്തിനും ഇംഗ്ലീഷിനും രണ്ടിനും തോറ്റുപോയവർ ആ ക്ലാസ്സിൽ 3 പേരാണ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? ഈ ചോദ്യം വൃത്തിയായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇതല്ലെങ്കിൽ മറ്റൊരു എക്സാമിനെങ്കിലും നിങ്ങൾക്കിത് ഉപയോഗപ്പെടും. നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക. ഓക്കെ. നമ്മൾ എന്ത് ചെയ്താലും അതൊന്നും പാഴല്ല. നമുക്ക് എന്തെങ്കിലും അത് ഉപയോഗപ്പെട്ടിരിക്കും. ഓക്കെ ആണല്ലോ. പക്ഷേ ഇത് ഞാൻ പഠിച്ചത് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിട്ടോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ഉപയോഗപ്പെട്ടിരിക്കും. ഒന്നും ഉപയോഗശൂന്യമല്ല. എന്ത് ചെയ്താലും അതിനെല്ലാം ഒരു കാരണങ്ങളുണ്ട്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. ഒന്ന് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് സ്ലോ ആക്കി റിപ്പീറ്റ് അടിക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? അല്ലേ? ഫസ്റ്റ് ഫേസിനകത്ത് സംഖ്യാശ്രേണി എന്ന് പറയുന്ന സാധനം ആറാടുകയായിരുന്നു അല്ലേ? അതായത് 5ഓളം ക്വസ്റ്റ്യൻസ് സംഖ്യാശ്രേണിയിൽ ഉണ്ടായിരുന്നു അല്ലേ? എന്നാൽ സെക്കൻഡ് ഫേസിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും എന്തില്ല? സംഖ്യാശ്രേണിയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യ ചോദ്യം എഴുതിയവർക്ക് സംഖ്യാശ്രേണിയും ബോട്ട് മാസും ക്ലോക്കും വെച്ച് തന്നെ 10 മാർക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റുമായിരുന്നു അല്ലേ? സംഖ്യാശ്രേണിയൊക്കെ ചറവറ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സംഖ്യാശ്രേണികളൊക്കെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിച്ചിട്ട് പോകുക. അതെങ്ങനെ സംഖ്യാശ്രേണി പഠിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഖ്യാശ്രേണി, ഒറ്റയാന്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പഠിക്കണമെങ്കിൽ ബോട്ട് മാസ് ഇതൊക്കെ ഒന്നുകിൽ PYQ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് എക്സാമുകൾ കുറേ ചെയ്യുക. കാണുന്ന ക്വസ്റ്റ്യൻ, ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാണുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ കറക്റ്റ് ചെയ്ത് നോക്കുക. സെറ്റാണല്ലോ? എന്നാൽ ഈ പരിപാടി നിങ്ങളുടെ കയ്യിലിരിക്കും. ഓക്കെ. നമുക്ക് ഈ സംഖ്യാശ്രേണി നോക്കാം. 2 5 11 23 47. 2 5 11 23 47. അടുത്ത സംഖ്യ എന്ത്? നമുക്ക് നോക്കാം. 2 5 11 23 47. അടുത്ത സംഖ്യ എന്താണെന്നാണ് പറയുന്നത്? നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഈ സംഖ്യകളുടെ വ്യത്യാസം എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതെ, 2ൻ്റെ കൂടെ എത്രയാണ്? 3 കൂടിയപ്പോഴാണ് 5 ആയത്. 5നോടൊപ്പം 6 കൂടിയപ്പോഴാണ് 11 ആയത്. 3 6. ഓക്കെ. അടുത്ത അപ്പോൾ 9 ആയിരിക്കുമോ? നോക്കാം. 11നോടൊപ്പം 9 അല്ല, 11നോടൊപ്പം 12 കൂടിയപ്പോഴാണ് എന്തായത്? 23 ആയത്.
അപ്പോഴേ മനസ്സിലായി 3ൻ്റെ ഡബിൾ 6, 6ൻ്റെ ഡബിൾ 12. ഇനി അടുത്ത് 12 ഡബിൾ 24 കൂടിയുമ്പോഴാണ് 47 ആയി നോക്കിയാൽ മതി അല്ലേ. 23ൻ്റെ കൂടെ 24 കൂട്ടി നോക്കി 20, 20, 40, 4, 3, 7 കറക്റ്റാണ് അല്ലേ. അതായത് എത്രയാണ് 24 കൂട്ടിയപ്പോഴാണ് 47 ആയത്. ഉറപ്പായിരിക്കും അടുത്തത് എന്തായിരിക്കും, 47നോടൊപ്പം 24ൻ്റെ ഡബിൾ എത്ര 48 കൂട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരമായി വരുന്നത്. 24ൻ്റെ ഡബിൾ 48 കൂട്ടുന്നതായിരിക്കും നമ്മുടെ ഉത്തരമായി വരുന്നത്. സിമ്പിൾ അല്ലേ. 40, 40, 80, 8, 7, 15, 80, 15, 95. ഇതാ ഓപ്ഷൻ സി. അടുത്ത എന്താണ് 95 നമ്മുടെ ഉത്തരമായി വരുന്നത്. ഉത്തരമായി വരുന്നത് എന്താണ് 95. സിമ്പിളാണ് ഇതാ. അല്ലെങ്കിൽ തന്നെ 8, 7, 55 കിട്ടും. 55, 40, 95. സിമ്പിളായിട്ട് നമുക്ക് ഓപ്ഷൻ സി എന്ത് കിട്ടി, ഉത്തരമായി വരുന്നു. സംഖ്യാശ്രേണികൾ പഠിക്കണേ. പിന്നെയും പറയുവാണ് എങ്ങനെ പഠിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്സിമം ഉപയോഗപ്പെടുത്തുക. കാര്യം എന്ന് വെച്ചാൽ മാക്സിമം എന്ത് ചെയ്യുക, PYQകൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഈ ഒരു ടോപ്പിക് ബേസ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സോഴ്സ് ഉണ്ട്, നിങ്ങൾക്കാണോ സോഴ്സ് ഇല്ലാത്തത് അല്ലേ. നിങ്ങൾക്ക് ഈ ജനറേഷൻ എന്തായാലും, ഈ ജനറേഷൻ എന്നല്ല ഈ ഒരു കാലഘട്ടത്തിലെന്ന് ഞാൻ പറയുന്നില്ല, ഈ 1, 2, 3 വർഷം അല്ലെങ്കിൽ ഒരു 5, 6 വർഷമായിട്ട് പഠിക്കുന്നവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ സോഴ്സ് ഉണ്ട്. നിങ്ങളത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രം മതി. നല്ല രീതിയിൽ സോഴ്സുകളെ ഉപയോഗപ്പെടുത്തുക, അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം. സോ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഈ ഒരു സംഭവം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. നോക്കിക്കോളൂ. 2/13, 5/6, 3/4, 9/17 എന്നിവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്താ? ഭിന്നസംഖ്യ 2 ഭാഗത്ത് നിന്ന് ചോദിച്ചതാണ്. 2 സ്റ്റേജുകളായിട്ട് ഭിന്നസംഖ്യ ചോദിച്ചതാണ്. 2 സ്റ്റേജുകളായിട്ട് ഭിന്നസംഖ്യ ചോദിച്ചെങ്കിലും വലിയവനും ചെറിയവനും ഇടയിലുള്ളത് അല്ലെ, 2 ഭിന്നസംഖ്യകൾക്കിടയിലുള്ള ഭിന്നസംഖ്യ കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഭിന്നസംഖ്യകളുടെ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ ഭിന്നസംഖ്യയിൽ വലുതേത് ചെറുതേന്ന് ചോദിച്ചിട്ടുണ്ട്. ഭിന്നസംഖ്യകളുടെ സങ്കലനം വ്യവകലനം ചോദിച്ചിട്ടുണ്ട് അല്ലേ. അത് തമ്മിലുള്ള പ്രോപ്പർട്ടീസ് കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക അത് ചോദിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നിങ്ങളും നോക്കിയിട്ട് പോകാം. ഭിന്നസംഖ്യകളുടെ കൂടെ ദശാംശ സംഖ്യകളും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകണേ. അതും കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് പോകണം കേട്ടോ. ഇതെന്താണ് ചെയ്യേണ്ടത്, ഈ സംഖ്യയിൽ ഏറ്റവും വലുതാണ് കാണേണ്ടത്, ഏറ്റവും വലിയവനെ കാണേണ്ടത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ മുകളിലുള്ളത് ഏതെങ്കിലും സെയിം ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. താഴെയുള്ള ഡിനോമിനേറ്റർ അല്ലേ, അംശങ്ങൾ ഒരുപോലെ ഇല്ല, ഛേദങ്ങൾ ഒരുപോലെ ഇല്ല. അപ്പോൾ ഒന്നും തന്നെ നമ്മൾ വിചാരിക്കുന്ന കണക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ മുൻപ് പറഞ്ഞിരിക്കുന്നത് പോലെ ആദ്യം ഈ നമ്പേഴ്സ് എല്ലാം എന്ത് ചെയ്യുക, 2/13, അതുപോലെ തന്നെ 5/6, അതുപോലെ തന്നെ 3/4, അതുപോലെ തന്നെ 9/17. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് പല മെത്തേഡ്സ് ഉണ്ട്. ക്രോസിംഗ് മെത്തേഡ് ഉണ്ട്, സീറോ മെത്തേഡ് ഉണ്ട്. ഞാൻ സീറോ മെത്തേഡാണ് പറയുന്നത്. സോ എല്ലാത്തിനും ഓരോ 0 വീതം ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, താഴത്തതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു നോക്ക്. 13ൻ്റെ മൾട്ടിപ്ലിക്കേഷനകത്ത് 20-നകത്ത് വരുന്ന ഏതാണ്ടോ 130 അല്ലെങ്കിൽ 13. അത് കഴിഞ്ഞാൽ 26. 20ന് താഴെയുള്ളത് ഒരൊറ്റ പ്രാവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ഒന്നും വേണ്ട, 13 1 എന്ന് എഴുതുക. അടുത്തത് ഇവിടെ 50 മുകളിൽ. 6ൻ്റെ ടേബിൾ പറഞ്ഞാൽ 50ന് മുമ്പ് എത്ര പ്രാവശ്യം നിൽക്കും? 6 6 36, 7 6 42, 8 6 48. 8 അതായത് 8 ഇവിടെ നിൽക്കുന്നത്. ഓക്കെ ആണോ? അടുത്തത് നോക്കിയാടാ, 30 അംശത്തിൽ, ഛേദത്തിൽ 4. 4ൻ്റെ ടേബിൾ എന്ന് പറഞ്ഞു നോക്കി. 4ൻ്റെ ടേബിളിൽ 30ന് മുമ്പ് എത്ര വരും? 4 4 20, 6 4 24, 7 4 28. എത്ര? 7 4 28. ഓക്കെ ആണല്ലോ. അടുത്തത് 90 17. സിമ്പിളായിട്ട് പറഞ്ഞു. 17ൻ്റെ എത്ര ടേബിളിനുള്ളിലാണ് 90-നകത്ത് നിൽക്കുന്നത്? ഒരു 17 2 34. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആയിരിക്കും. 17 × 10 ചെയ്യുമ്പോഴത്തേക്ക് 170. അതിൻ്റെ പകുതി ആയിരിക്കും 5. 170ൻ്റെ പകുതി എത്രയാളാണ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. 100ൻ്റെ പകുതി 50, 70ൻ്റെ പകുതി 35, 85 അപ്പം. ഓക്കെ ആണല്ലോ. 50 35 85. 90 തൊട്ട് താഴെയാണല്ലോ 85. അതായത് 17 × 5 എത്ര? 17 × 5 85. അത് കഴിഞ്ഞാൽ ഈ ഒരു നമ്പേഴ്സ് മാത്രം നോക്കുക. എന്താ? ഈ ഒരു നമ്പേഴ്സുകൾ മാത്രം നോക്കുക. ഇതിനകത്ത് വലിയവൻ ആരാണോ വരുന്നത് അവനാണ് വലിയ ഭിന്നസംഖ്യ. 8 7 ഇതിനകത്ത് വരുന്നത് 8, അതായത് 5/6. 50/6 എന്ന് പറയരുത്, 5/6. 5/6 ആണ് എന്തായിട്ട് വരുന്നത്? വലിയവനായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? 5/6. ഇതിന് ചെറിയവൻ ആരാണ്? ഇതിനകത്ത് ഏറ്റവും ചെറിയവൻ ആരാ? 2/13. 1 ആണല്ലോ ചെറുത്. കാര്യം എന്താ? 2/13 താഴെ 1 വന്നു. സോ അങ്ങനെ ചെയ്തപ്പോൾ 1 ആണ് ഏറ്റവും ചെറുത്. അതുകൊണ്ട് അതിന് മുകളിലുള്ള ഭിന്നസംഖ്യ 2/13 ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ. മനസ്സിലായോ? സിമ്പിളാണ്. സീറോ മെത്തേഡാണ് ഏറ്റവും എളുപ്പം. വലിയ ബുദ്ധിമുട്ടില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. 0 ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഛേദങ്ങളുടെ ജസ്റ്റ് എഞ്ചുവടി അല്ലേ, ടേബിൾ എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ ടേബിൾ പറയുമ്പോൾ എത്രയാണെന്ന് നോക്കുക. 13. 20-നുള്ളിൽ 13 എത്ര തവണ? 1 തവണ. 50-നുള്ളിൽ 6 എത്ര തവണ? 8 തവണ.
30-നുള്ളിൽ 4 എത്ര തവണ? 7 തവണ. 90-നുള്ളിൽ 17 എത്ര തവണ? 5 തവണ. 17 × 5 85 നിൽക്കും. പിന്നെ പോയാൽ 6-ാം തവണ പോയാൽ 90-നേക്കാൾ മുകളിൽ പോകും. ഓക്കെ ആണല്ലോ? അത് കണക്ക് തന്നെയാണ് 8 തവണ നിൽക്കും. അതിനെക്കാട്ടി പോയാൽ 30-നേക്കാളും മുകളിൽ വരും. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് ഭിന്നസംഖ്യകളുടെ വലുതും ചെറുതും കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. അല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്, ഇങ്ങനെ ക്ലോസിംഗ് മെത്തേഡൊക്കെ ഉണ്ട്. പക്ഷേ ആ മെത്തേഡ് ചെയ്താൽ കുറച്ചുകൂടെ സമയമെടുക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, സ്പീഡ് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് നിങ്ങൾ നന്നായി ചെയ്യുക. എന്നിരുന്നാലും നിങ്ങൾ ഏത് ചെയ്താലും അത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ. നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാൻ. സെറ്റാണല്ലോ? അടുത്തൊരു ചോദ്യം നോക്കാം, നോക്കിക്കോളൂ. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതെന്നാണ് ചോദിക്കുന്നത് അല്ലേ? എടാ, പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ, ഇതേപോലൊരു ചോദ്യം നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു എക്സ്ട്രായും കൂടെ വരുന്നു, ശിഷ്ടം 3 വരുന്നതെന്നും കൂടെ പറഞ്ഞു. ശിഷ്ടം 3 വരുന്നത് അല്ലേ? ഏതോ ഒരു 3 നമ്പേഴ്സ് തന്നിട്ട് ഈ സംഖ്യകളെ പൂർണ്ണമായും ഹരിക്കുമ്പോൾ ശിഷ്ടം 3 വരുന്ന ചെറിയ എണ്ണൽ സംഖ്യ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു കാണേണ്ടേ? നോർമലി നമ്മളിത് പഠിച്ചിട്ടുണ്ട്, എണ്ണൽ സംഖ്യകളുടെ അല്ലേ 3 സംഖ്യകളോ 4 സംഖ്യകളോ തരുന്നിട്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? LCM ആണ് അവിടെ കാണുന്നത്. അവിടെ കാണുന്നത് എന്താണ്? LCM ആണ് കാണുന്നത്. നമുക്ക് ഇപ്രാവശ്യം ചോദിച്ചത് എന്താണ്? ശിഷ്ടം 3 വരുന്നത്. എടാ, LCM പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്നത്. ശിഷ്ടം 3 വരിക എന്ന് വെച്ചാൽ കിട്ടുന്ന നമ്പറിൻ്റെ കൂടെ 3 അധികമുണ്ട്, ശിഷ്ടമുണ്ട്, അധികമുണ്ട്. അതുകൊണ്ട് LCM എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയാൽ ആ പറയുന്നതിൻ്റെ ഉത്തരം കിട്ടിയേനെ. അതുകൊണ്ട് ഇതേ മോഡൽ ചോദ്യം നമ്മൾ മുൻപും എന്ത് തന്നെയാണ് പഠിച്ചതാണ്. അതുകൊണ്ട് ഒരു മോഡൽ അതേപോലെ ഞാൻ തരാം. 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ LCM കാണുക. LCM കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എളുപ്പമല്ലേ? 4, 5, 6. 4, 5, 6ൻ്റെ LCM ഒന്ന് കണ്ടേ. എടാ, 4, 5, 6ൻ്റെ LCM ഒന്ന് കണ്ടേ. എടാ, 4ൻ്റെ അകത്ത് വെച്ച് നോക്കുമ്പോൾ 2 അല്ലേ? 2, 2, 4, 5, 3. ഇനി നോക്കിയാൽ 2, 5, 3 ഒന്നും തന്നെ ഇല്ല കോമൺ ആയിട്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് 3 കൂടെ മൾട്ടിപ്പിൾ ചെയ്യാം. 2 × 2 4 അല്ലേ? 4 20, 20 × 3 60. LCM എത്ര കിട്ടി? അപ്പോൾ 60 കിട്ടി. അതായത് 60 എന്ന് പറയുന്ന നമ്പറാണ് എന്ത്? 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഏതാണ്? അത് 60 ആണ്. അതായത് 4ൻ്റെയും 5ൻ്റെയും 6ൻ്റെയും LCM എത്രയാണ്? അത് 60 ആണ്. സെറ്റാണോ? മനസ്സിലായോ? ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉണ്ടോ? ഇതേ മോഡൽ ചോദ്യമാണ് ഫസ്റ്റ് പേസിൽ ചോദിച്ചത്. ശിഷ്ടങ്ങൾ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ്. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യാം? ശിഷ്ടം 1 + 1 കൂടെ ആഡ് ചെയ്യാം. ശിഷ്ടം 3 എന്ന് പറഞ്ഞാൽ എന്നോട് ഒരു 3 കൂടെ ആഡ് ചെയ്ത് 63 എഴുതി കൊടുക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. സെറ്റല്ലേ? പക്കയല്ലേ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നോക്കാം, നോക്കിക്കോളൂ. ഒരു കച്ചവടക്കാരൻ്റെ കയ്യിൽ 24 പേനകളും 36 പെൻസിലുകളും 60 നോട്ട്ബുക്കുകളും ഉണ്ട്. ഇവയിൽ എല്ലാ ഐറ്റങ്ങളും ഉൾപ്പെടുത്തി ഒന്നും അവശേഷിക്കാതെ ഇവയെ പാക്കറ്റിലേക്ക് ആക്കുകയാണെങ്കിൽ ഇയാൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി പാക്കറ്റുകൾ എത്ര? സെയിം ചോദ്യങ്ങൾ വന്നു അല്ലേ? സെയിം ചോദ്യം, ഇതേ മോഡൽ ചോദ്യം വന്നു. പക്ഷേ അതിനകത്ത് പരമാവധി എന്നില്ല. അയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന പാക്കറ്റുകൾ എത്ര എന്നുള്ള മോഡലാണ് നമുക്ക് ഇപ്രാവശ്യം ചോദിച്ചത്. പരമാവധി എന്നില്ല. ഇത് ഞാൻ മുൻപ് പഠിപ്പിച്ചപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഇത് എന്താണ്, HCF ആണോ LCM ആണോ എന്ന് പല ഡൗട്ടുകൾ വരും. കച്ചവടക്കാരനൊക്കെ കണ്ടുകൊണ്ട് ഇത് കച്ചവടം കിട്ടുന്ന ലാഭനഷ്ടമൊന്നും വിചാരിക്കല്ലേ. ആദ്യമേ മനസ്സിലാക്കുക, ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹിൻഡ് പരമാവധി എന്നുള്ളതാണ്. ഈ പരമാവധി എന്ന് പറയുന്ന വേർഡ് കാണുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? HCF ആണ്. അവിടെ യൂസ് ചെയ്യേണ്ടത് ഏതാണ്? HCF ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആ പരമാവധി ഇല്ലായിരുന്നു ഇത്തവണ, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എങ്ങനെ, ഇത് LCM ആണോ HCF ആണോ? അത് രണ്ടും അല്ലാന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം എനിക്കറിയില്ല കേട്ടോ. അത് കട്ടപ്പോയാൽ LCM ഓ HCM ഓ ആണോ, ഇത് രണ്ടിൽ ഏതാണെന്ന് കൺഫ്യൂഷൻ ഉള്ളവരുടെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കി, 24, 36, 60. ഈ 3 നമ്പേഴ്സാണ്. ഈ 3 നമ്പറിൻ്റെ LCM കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എടാ നോക്കിയേ, നേരത്തെ ഞാൻ LCM തന്നു 4, 5, 6. ഇതിൻ്റെ LCM കാണാൻ പറയുമ്പോൾ ഏറ്റവും വലിയ സംഖ്യ 6 ആയിരിക്കും അതിൻ്റെ LCM വരാൻ ഏറ്റവും ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ അതിനെക്കാട്ടി ഏറ്റവും വലിയ നമ്പറുകൾ. അപ്പം 3 നമ്പറുകൾ തന്നിട്ട് അതിൻ്റെ LCM കാണാൻ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒന്നുകിൽ ആ നമ്പറുകളിൽ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും LCM, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും LCM. ഓക്കെ, അപ്പോൾ 6 അല്ല 60, അതിൽ കൂടിയുള്ള 60 നമ്പർ എന്ന് പറയുന്ന നമ്പറാണ് LCM ആയിട്ട് വന്നത്. അതുപോലെ ഇവിടെ നോക്കിയേ, 24, 36, 60 LCM ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഉത്തരമായി വരേണ്ടത് 60-നേക്കാൾ വലിയ നമ്പേഴ്സാണ്. ഇവിടെ 60-നേക്കാൾ വലിയ നമ്പേഴ്സ് ഏതെങ്കിലും ഓപ്ഷനിലുണ്ടോ?
ഇല്ല, ഓപ്ഷൻ്റെ ഇല്ല. അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കുക എന്ത് LCM അല്ല, ഇത് HCF ആണെന്ന്. ആ ഒരു രീതിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, HCF അത് കണക്ട് ആക്കാം. അല്ലെങ്കിൽ തന്നെ എല്ലാം കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം ഈ ഒരു പരമാവധി പാക്കറ്റുകൾ എത്ര എന്നുള്ളൊരു വേർഡിൽ നിന്ന് തന്നെ HCF എന്ന് മനസ്സിലാക്കാം. സോ അത് മനസ്സിലായില്ലെങ്കിലുള്ള കാര്യം പറയുന്നത് ഓപ്ഷനിലെ 3 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. HCF ഏതൊക്കെയാണ്? ഒന്ന് 24, ഒന്ന് 36, ഒന്ന് 60. LCM എന്ന് കണ്ടാൽ കുറഞ്ഞത് 60 വരും അല്ലേ. LCM കുറഞ്ഞത് 60 വരും, കൂടിയത് 60-നേക്കാൾ മുകളിലാണ്. അപ്പോൾ ഉത്തരം വരുന്ന 60-നേക്കാൾ മുകളിൽ വരേണ്ടി വരും LCM ആയിരുന്നെങ്കിൽ. ഒന്നും തന്നെ ഇല്ല ഓപ്ഷനിൽ. സോ അപ്പോഴേ മനസ്സിലാക്കുക ഇത് HCF ആണ്. HCF കാണാം നമുക്ക്. HCF അല്ലേ 24-ൻ്റെയും 36-ൻ്റെയും 60-ൻ്റെയും HCF കാണുമ്പോൾ കോമൺ ആയിട്ടുള്ളത് 2 വെച്ച് നോക്കാമല്ലോ അല്ലേ. 12 × 2, അതുപോലെ തന്നെ 18 × 2, അതുപോലെ 30 × 2 അല്ലേ. 12, 18, 30. അതിന് ഇനിയും എന്ത് ചെയ്യാം, നമുക്ക് 2 വെച്ചൊന്ന് ചെയ്യാം. 6, 9, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 15. ഇനിയും ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തുണ്ട്, 3-ൻ്റെ ടേബിളിലുണ്ട്. അതുകൊണ്ട് 3 അല്ലേ, 3, 2, 6, 3, 3, 9, അതുപോലെ 5, 3, 15. ഇനി നോക്കിയേ, 2-നെയോ 3-നെയോ 5-നെയോ ഏതെങ്കിലും കോമൺ ആയിട്ട് വെട്ടാൻ പറ്റുമോ? ഏതെങ്കിലും കോമൺ ആയിട്ടുണ്ടോ? ഇല്ല. ഒന്നല്ലാണ്ട് വേറൊന്നും ഇല്ല. 1 2s are 2, 1 3s are 3 അങ്ങനെ പറയാൻ പറ്റുമോ? അല്ലാതെ വേറൊന്നും കോമൺ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഈ പറയുന്ന 2, 3, 5 എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് 2 × 2 4, 4 × 3 12. ഇത് മാത്രമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2 × 2 × 3 HCF എന്ന് പറയുമ്പോൾ എത്രയാണ്? 12. അപ്പോൾ 12 പാക്കറ്റുകളാക്കി മാറ്റാൻ പറ്റും. ഓക്കെ ആണല്ലോ. 12 പാക്കറ്റുകളാക്കി മാറ്റാൻ പറ്റും. 12 പാക്കറ്റുകൾ പരമാവധി ഉണ്ടാക്കാൻ പറ്റുന്നത് എത്രയാണ്? 12 പാക്കറ്റുകൾ. 24 പേനകളും 36 പെൻസിലുകളും 60 നോട്ട്ബുക്കുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്ന പരമാവധി പാക്കറ്റുകളുടെ എണ്ണം എത്ര? 12 പാക്കറ്റുകൾ ഉണ്ടാക്കാം. LCM ആണ് അല്ല, HCF ആണ്. LCM അല്ല എന്ന് മനസ്സിലായ 2 മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നു. സെറ്റാണ്, പക്കയാണ്. ഒന്ന് മനസ്സിലാക്കുക, ഇതേ മോഡൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ എടുത്തതാണ്. അങ്ങനെയെങ്കിൽ അടുത്തവരണം നോക്കാം. ഇതെല്ലാം തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇത് ഒരു PYQ ആണ്, മുൻപത്തെ ഒരു 10th ലെവൽ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ അതേ മോഡൽ ചോദ്യം തന്നെയല്ലേ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ചോദിച്ചതും അതേ. ഓക്കെ, ഇതൊരു 10th ലെവലിനാണ്. ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം എന്താണ്? 10th ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 10th ലെവൽ പ്രിലിംസിന് മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ എഴുതുന്ന അതേ ലെവലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. PYQ മാത്രം എടുത്ത് പഠിച്ചാൽ മതിയല്ലോടാ. നിങ്ങൾ തന്നെ ആലോചിക്കും, ഞാൻ ഇത്രയും പഠിപ്പിച്ചതെല്ലാം PYQ. ഈ PYQ തന്നെ അല്ലേ, അതേ മോഡൽ ചോദ്യങ്ങളല്ലേ വന്നത്. സോ ഇത് തന്നെ നോക്കിയേ, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ശിഷ്ടം 3 വരുന്നതെന്ന് മാത്രമേ പറഞ്ഞോളൂ. 60 കിട്ടിയിട്ട് +3 ഇട്ട് കൊടുത്താൽ ഉത്തരം കിട്ടി അവിടെ നമുക്ക്. അതാ പറഞ്ഞത്, നമ്മളെല്ലാം PYQ തന്നെ ഉണ്ട്. അത് വ്യക്തമായി ഒന്ന് മനസ്സിലാക്കിയാൽ പരിപാടി സെറ്റാണ്. ഓക്കെ, ക്ലോക്ക് ഫസ്റ്റ് ഫേസിൽ 2 ചോദ്യങ്ങൾ വീതം ചോദിച്ചിട്ടുണ്ട്. 2ഉം കോണളവ് കാണാനായിരുന്നു. ക്ലോക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുക, കോണളവിൻ്റെ കാര്യം നന്നായി പഠിച്ചിരിക്കണം, പ്രതിബിംബത്തിൻ്റെ കാര്യം വ്യക്തമായി പഠിച്ചിരിക്കണം, അതുപോലെ തന്നെ കൃത്യസമയം കാണിക്കുന്ന എത്ര തവണ അല്ലേ, അതെല്ലാം പഠിച്ചില്ല. നേർരേഖയിൽ വരുന്നത് എത്ര സമയം, അതുപോലെ ലംബമായി വരുന്നത് എത്ര നേരം, ഇതെല്ലാം നിങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പോകാൻ. ഓക്കെ, സമയം 3:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് അല്ലേ. എനിക്ക് ഒന്ന് ഫസ്റ്റ് പേജിൽ 2ഉം ചോദിച്ചിരിക്കുന്നത് കോണളവ് തന്നെയാണ്. 3:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് കാണാൻ. കോണളവ് കാണാനുള്ള ഇക്വേഷൻ നോക്കിയേ. ഇക്വേഷൻ 30h - 11/2m. 11/2m ഇതാണ് നിങ്ങളുടെ കോണളവ് കാണാനുള്ള ഇക്വേഷൻ. ഇതൊന്നും കാണാതെ നമുക്ക് ഈ 3.4 കാണാം. കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക, 3.4, 2:10, 1:05, 5:20, 6:30 ഈ പറയുന്ന സമയങ്ങൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട് അല്ലേ. അതായത് ഇതിൻ്റെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഏകദേശം ഒരുമിച്ചിരിക്കുകയാണ്. 6:30 ആയാലും ഒരുമിച്ചിരിക്കുകയല്ലേ. അതുപോലെ തന്നെ 5:25 ആകുമ്പോഴും ഒരുമിച്ചിരിക്കുകയല്ലേ. 4:20 ആകുമ്പോഴും ഒരുമിച്ചിരിക്കുകയല്ലേ. 3.4 ആകുമ്പോൾ ഒരുമിച്ചിരിക്കുകയല്ലേ. 7:35 ആകുമ്പോൾ ഒരുമിച്ചിരിക്കുകയല്ലേ. അതായത് മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഏകദേശം ഒരുപോലെ വരുന്ന സമയമാണ് ഈ സമയങ്ങൾ. ഇങ്ങനെയുള്ള സമയത്തിൻ്റെ മണിക്കൂർ സൂചിയുടെയും മിനിറ്റ് സൂചിയുടെയും കോണളവ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഈ പറയുന്ന ഇപ്പം 3:15 ആണല്ലോ, ഇതിൻ്റെ മിനിറ്റിൻ്റെ പകുതി എടുത്തു കൊടുത്താൽ മതി. എന്താണ്? മിനിറ്റിൻ്റെ പകുതി കൊടുത്താൽ മതി. 15ൻ്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 7.5 ഡിഗ്രിയാണ്. അതുകൊണ്ട് മിനിറ്റ് മണിക്കൂർ സൂചികൾക്ക് ഇടയിലുള്ള കോണളവ് അത് 7.5 ഡിഗ്രി. സെറ്റ്. ഇത് കണക്കുള്ള കുറച്ച് 2 കൂടെ ഞാൻ പറയാം. 2:10 അല്ലേ. 2 മണിയും 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരുപോലെ വരുന്നത്.
മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും എന്ത് വരും? ഏകദേശം ഒന്നിന് മുകളിൽ ഒന്നായി വരും. സോ അവിടെയും എന്താണ്? അങ്ങനെയുള്ള കണ്ടീഷൻ വന്നാൽ മിനിറ്റിൻ്റെ പകുതി എടുക്കുക. എന്താ മിനിറ്റിൻ്റെ പകുതി? ഇവിടുത്തെ മിനിറ്റ് 10 മിനിറ്റ് ആണ്. അതിൻ്റെ പകുതി എത്രയാണ്? 5 ഡിഗ്രിയാണ് ഉത്തരം. മനസ്സിലായോ? 7:35 നോക്കി, 7:35 നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. 6 മണി കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വന്നു. 7:35 ആകുമ്പോഴും എത്ര തന്നെയാണ്? ഏകദേശം 7ഉം 35ഉം എല്ലാം മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒരുപോലെ വന്ന് നിൽക്കുന്ന ഭാഗങ്ങളാണ്. സോ എന്ത് ചെയ്യുക? അങ്ങനെയുള്ള കണ്ടീഷനിൽ എന്തിൻ്റെ പകുതി എടുക്കുക? ഈ പറയുന്ന 35 മിനിറ്റിൻ്റെ പകുതി എടുക്കുക. മിനിറ്റിൻ്റെ പകുതി 35ൻ്റെ പകുതി എത്രയാണ്? 35ൻ്റെ പകുതി എത്ര? 30 വരെ 15, 5ൻ്റെ പകുതി 2.5, 17.5. എത്ര കിട്ടി? 17.5 ഡിഗ്രി. ഓക്കെ ആണല്ലോ, സെറ്റാണ്. ഇങ്ങനെയുള്ളതെല്ലാം എന്താണ്? 17 ഡിഗ്രിയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അല്ലാതെയാണ് ചോദിച്ചിരിക്കുന്നത് 2:20 അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയുന്നു 2:20 അല്ലെങ്കിൽ പോട്ടെ ഒരു 10:15 ഇതിൻ്റെ കോണളവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 10 മണിക്കൂർ 15 മിനിറ്റ് ഈ പറയുന്ന ഇക്വേഷനകത്തിട്ട് കൊടുക്കാം. 30 × 10 - 11/2 × 15 കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ്. കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ്. സിമ്പിൾ ഉത്തരമാണ്, വലിയ പാടൊന്നുമില്ല. ഓക്കെ, കൃത്യം മണിയാണ് ചോദിക്കുന്നതെങ്കിൽ, കൃത്യം സമയമാണ് ചോദിക്കുന്നതെങ്കിൽ 4 മണിയാകാൻ, 4 മണിയാണെന്നൊന്നും ഇപ്രാവശ്യം ചോദിച്ചത് അല്ലേ? അങ്ങനെ ചോദിക്കുവാണെങ്കിൽ 4 മണിയാകാൻ ചോദിക്കുന്നെങ്കിൽ കൃത്യം 4 മണിക്കിടയിൽ മിനിറ്റ് മണിക്കൂർ സൂചികളുടെ കോണളവാണെങ്കിൽ 4 × 30 120. ഇപ്രാവശ്യം ചോദിച്ചതാ. 8 മണിയാണെങ്കിലോ 8 × 30. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം നോക്കിയേ, 3/24 240 കിട്ടും. എടാ അങ്ങനെ ഒരു ഉത്തരം വന്നാൽ നിങ്ങൾ 240 അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ കാണില്ല. എല്ലാ ഉത്തരങ്ങളും 180 താഴെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 240 360 നിന്ന് മൈനസ് ചെയ്യുക. ഒരു സർക്കിൾ അല്ലേ ക്ലോക്ക്? സർക്കിൾ എന്ന് വെച്ചാൽ 360, അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അതാണ് ഉത്തരം. ഓക്കെ ആണല്ലോ, അതാണ് ഉത്തരം. നമുക്ക് കിട്ടുന്നത് 120 ആയിരിക്കും അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ. അപ്പം 8 മണിക്ക് ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾക്ക് എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. 120 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? 240 റിഫ്ലക്സ് ആംഗിൾ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്ന് നോക്കി വെച്ചിരിക്കുക. ക്ലോക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്ത് സെറ്റ് ചെയ്യണേ. ക്ലോക്ക് വിടല്ലേ? ചോദിക്കുന്നുണ്ട്, നിരന്തരം ചോദിക്കുന്നുണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വരിയും നിരയും എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് 37ാമതാണ് എങ്കിൽ പിന്നിൽ നിന്ന് സിദ്ധാർത്ഥിൻ്റെ റാങ്ക് എത്ര? എടാ, വരിയും നിരയും മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. അതിന് പല ചോദ്യങ്ങളുണ്ട്, പല രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. അതായത് ഒരു വരിയിൽ മുന്നിൽ നിന്ന് ഇത്രാമത്, പിന്നിൽ നിന്ന് ഇത്രാമത്, ടോട്ടൽ എത്ര പേര്? ഒരു വരിയിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് ഇത്രാമത്, പിന്നിൽ നിന്ന് ഇത്രാമത്, അങ്ങനെയെങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരെന്ന് കാണാം. രണ്ടും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. അതാണ് അത് ടോട്ടൽ കാണാൻ. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥിൻ്റെ ഒരിടത്ത് നിന്നുള്ള സ്ഥാനം, മുന്നിൽ നിന്നുള്ള സ്ഥാനം മാത്രം പറയുന്നുണ്ട് 37. അങ്ങനെ ഈ പിന്നിൽ നിന്ന് എത്രയാണ്? അങ്ങനെ ഒരു സ്ഥാനം മാത്രം പറയുകയാണെങ്കിൽ ഈ പറയുന്ന ടോട്ടൽ 65 നിന്ന് 37 എന്ന് വെച്ചാൽ മുന്നിൽ നിന്നുള്ള സ്ഥാനമല്ലേ, അതങ്ങ് മൈനസ് ചെയ്യുക. കിട്ടുന്നതിൻ്റെ കൂടെ 1 അങ്ങ് കൂട്ടി കൊടുക്കുക. ഇത്രേ ഉള്ളൂ. 65 നിന്ന് 30 പോകുമ്പോൾ 35, 35 നിന്ന് 7 പോകുമ്പോൾ 28, എൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 29, 29ാം സ്ഥാനം. അതായത് പിന്നിൽ നിന്നും സിദ്ധാർത്ഥ് 29ാം സ്ഥാനത്താണ്. പിന്നിൽ നിന്ന് സിദ്ധാർത്ഥ് 29ാം സ്ഥാനത്ത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണ്, മുന്നിൽ നിന്ന് സിദ്ധാർത്ഥ് 37ഉം പിന്നിൽ നിന്ന് സിദ്ധാർത്ഥ് 29ാം സ്ഥാനവുമാണെങ്കിൽ ആകെ ആ വരിയിൽ എത്ര പേര്? നമുക്കറിയാം 65 പേരെന്ന്. അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. അത് അങ്ങനെയാണെന്ന്. മുന്നിൽ നിന്ന് അല്ലേ, മുന്നിൽ നിന്ന് 29ാമതും പിന്നിൽ നിന്ന് എത്രാമതാണ്? പിന്നിൽ നിന്ന് 37ാമതും ആണെന്നുണ്ടെങ്കിൽ വരിയിൽ എത്ര പേര്? രണ്ടും കൂടെ കൂട്ടുക, 1 അങ്ങ് കുറയ്ക്കുക. 37 29 കൂട്ടുക, 1 അങ്ങ് കുറയ്ക്കുക. ഓക്കെ ആണല്ലോ. 29 1 36. ഓക്കെ, 66 1 കുറയ്ക്കുമ്പോൾ 65 വരും. ഓക്കെ ആണല്ലോ, 65 വരും. അപ്പോൾ ടോട്ടൽ ആൾക്കാരുടെ എണ്ണം കിട്ടി 65 പേരാണെന്ന് ഇവിടെ ആദ്യമേ പറയുന്നുണ്ട്. സെറ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ടോട്ടൽ ആൾക്കാരുടെ എണ്ണം തരുന്നുണ്ട്. ഒരാളുടെ ഒരു ഭാഗത്തു നിന്നുള്ള സ്ഥാനം തന്നിട്ട് മറ്റേ ഭാഗത്തു നിന്നുള്ള സ്ഥാനം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ടും കൂടെ കുറച്ചിട്ട് 1 കൂട്ടുക. ഒരാളുടെ തന്നെ സ്ഥാനം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും തരുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ ആൾക്കാരുടെ കാണാൻ പറഞ്ഞാൽ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് 1 കുറയ്ക്കുക. ഓക്കെ, ആ മെത്തേഡാണ്. ഇതേപോലെ തന്നെ ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. സ്ഥാനം മാറുന്നതുണ്ട്, ഒരു തീൻമേശയിൽ ഇരിക്കുന്നതുണ്ട് അല്ലേ? അതായത് ഒരു വട്ടമേശയിൽ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നു. എക്ക് വലത്തെ സൈഡിൽ ബിയും ബിക്ക് ഇടത് മൂന്നാമതായി സിയും, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. നിങ്ങളുടെ മാരത്തോണൊക്കെ വരുന്നുണ്ട്. സോ മാരത്തോണിലൊക്കെ ഇതാണെന്നുള്ള കുറേ അധികം നല്ല ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ സെറ്റ് കുറേ ക്വസ്റ്റ്യൻസ് തരും. സെറ്റാണല്ലോ. ഒന്ന് നോക്കിയോ, അടുത്തൊരു ചോദ്യം നോക്കിയോളൂ. ഒരു സംഖ്യയുടെ 40% 160 ആയാൽ ആ സംഖ്യയുടെ 30% എത്രയെന്നാണ് ചോദിക്കുന്നത്.
അപ്പോൾ ഒരു സംഖ്യയുടെ 40% 160 ആണെങ്കിൽ ഒരു സംഖ്യയുടെ 30% എത്ര? ശതമാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ്, എപ്പോഴും എല്ലാവർക്കും അറിയുന്നതാണ്. എടാ 40% എത്രയാണ്? 160 ആണെങ്കിൽ അതിൻ്റെ 30% എത്രയാടാ എന്നാണ് ചോദിക്കുന്നത്. 30% എത്രയാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിളല്ലേ. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ പോരെ. എപ്പോഴാണ് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? രണ്ടുപേര് ജോഡിയുള്ളവനെ ഒരുമിച്ച് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക, ജോഡി ഇല്ലാത്തവനെ ഡിവൈഡ് ചെയ്യുക. ജോഡിയുള്ളവരുടെ 30ഉം 160 അവനെ എന്ത് ചെയ്യണം? ഒരുമിച്ച് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുക, ജോഡി ഇല്ലാത്ത 40നെ താഴെയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 3ഉം 0 പോയി. അതിനുശേഷം ഉണ്ട് 4 4 16 4 4 16. ഇനി താഴെ ഒന്നുമില്ല. ഇനി ഇവിടെ 40ഉം 30ഉം, അതായത് 4ഉം 3ഉം എത്രയാടാ? 4ഉം 3ഉം 12. ഒരു 0 കൂടെ എടുക്കുമ്പോൾ 120 ആ സംഖ്യയുടെ 30% എന്ന് പറയുന്നത് 120. മനസ്സിലായോ? ഒരു സംഖ്യയുടെ 40% 160 ആയാൽ 30% എത്ര എന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവം. 40 എത്രയാണ്? 160. അങ്ങനെയാണെങ്കിൽ 30 എത്രയാണെന്ന് നോക്കുക, ജസ്റ്റ് ക്രോസ് ചെയ്യുക, പരിപാടി കഴിഞ്ഞു. സംഖ്യ എല്ലായ്പ്പോഴും എത്രയായിരിക്കും? 100% ആയിരിക്കും. സംഖ്യ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എത്രയാണ്? 100%. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോർമലാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ടോപ്പിക്കാണ്. സോ അതൊന്ന് നന്നായിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിയാലോ? എടാ ഇതേ മോഡലിനകത്ത് കുറേ അധികം ചോദ്യം വരുന്നുണ്ട്. ഒരു സംഖ്യയുടെ പകുതിയോടൊപ്പം 120 കൂട്ടിയാൽ ആ സംഖ്യയുടെ ഇരട്ടി കിട്ടും, അല്ലെങ്കിൽ ആ സംഖ്യ കിട്ടും. സംഖ്യയുടെ പകുതിയോടൊപ്പം 120 കൂട്ടിയാൽ സംഖ്യ കിട്ടും. അങ്ങനെയെങ്കിൽ സംഖ്യ എന്ത്? അങ്ങനെയുള്ള കുറേ അധികം ചോദ്യങ്ങളുണ്ട്. ഒരു സംഖ്യയുടെ 60%-ഓടൊപ്പം 80 കൂട്ടിയാൽ ആ സംഖ്യയുടെ 2 മടങ്ങ് കിട്ടും, അല്ലെങ്കിൽ ഇരട്ടി കിട്ടും. അങ്ങനെ വിചാരിക്കുക. ഒരു സംഖ്യയുടെ 60%-ഓടൊപ്പം 80 കൂട്ടിയാൽ എന്ത് കിട്ടും? ആ സംഖ്യയുടെ ഇരട്ടി, ഡബിൾ കിട്ടുമെങ്കിൽ സംഖ്യ എന്ത്? ഇങ്ങനെയുള്ള കുറേ അധികം ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതെല്ലാം ഈ ഭാഗത്ത് വരുന്നതാണ്, ശതമാനങ്ങളുമായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. സോ അത് നന്നായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കാം. എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി, സിയുടെ മകനാണ് ഡി എങ്കിൽ എയുടെ ആരാണ് ഡി? അല്ലേ, ഇപ്രാവശ്യം നിങ്ങൾക്ക് എന്ത് വന്നിട്ടുണ്ട്? ഒരു ക്വസ്റ്റ്യൻ അല്ലേ, ഒരു സ്റ്റേജിനകത്ത് ഫാമിലി റിലേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് അതവർക്ക് എഴുതാൻ പറ്റിയിട്ടില്ല അല്ലേ. കേരളത്തിൽ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അതിനൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. സോ എന്ത് ചെയ്യുക? എയുടെ അമ്മയാണ് ബി, ബിയുടെ അമ്മയാണ് സി. ഈ പറയുന്ന ഫാമിലി റിലേഷൻ എന്ന് പറയുന്ന, കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ സാധാരണ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിച്ചു വരുന്നതല്ല. പ്രിലിംസിനൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പം. സോ നിങ്ങൾ എന്തായിട്ടും എന്ത് ചെയ്യുക? കുടുംബ ബന്ധങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷേ അധികം അങ്ങനെ വരാത്ത ചോദ്യങ്ങളായിരുന്നു. എന്നാലും ഇതൊന്നും നോക്കാം നമുക്ക്. അതുകൊണ്ട് നമ്മളൊന്ന് ഉൾപ്പെടുത്തിയതാണ്. നിങ്ങൾ ഇതെല്ലാം എന്ത് ചെയ്യുക? കുറേ കുടുംബ ബന്ധങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ഈ പറയുന്ന ഫാമിലി റിലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് PVQ എടുത്ത് നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ നിന്ന് കുറച്ച് നമ്മുടെ പേജിൽ നിന്ന് കയറി നമ്മൾ നോക്കുക. സോ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇതൊക്കെ ഒന്ന് ട്രാക്കായിട്ട് വരും. കാര്യം ഏത് ഐഡിയ ചെയ്താൽ ഇതെങ്ങനെ കിട്ടും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എയുടെ അമ്മയാണ് ബി. ഞാനൊന്ന് പറയാം. എയുടെ അമ്മയാണ് ബി എന്നാണ് പറയുന്നത്. ഓക്കെ, എയുടെ അമ്മയാണ് ബി എന്ന് പറയുന്നുണ്ട്. എയുടെ അമ്മയാണ് ബി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബിയുടെ അമ്മയാണ് സി. ഈ ബിയുടെ അമ്മയാണ് സി എന്ന് പറയുന്നത്. ബിയുടെ അമ്മയാണ് സി എന്ന് പറയുന്നത്. ഇവിടെയും അമ്മ തന്നെയാണ്. ഓക്കെ, സി. അതിനുശേഷം സിയുടെ മകനാണ് ഡി. സിയുടെ മകനാണ് ഡി. ഓക്കെ ആണല്ലോ. ഇവൻ മകനാണ് എന്നുള്ള കാര്യം മനസ്സിലായി. മകനാണെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ എയുടെ ആരാണ് ഡി? ഈ പറയുന്ന എയുടെ ആരാണ് ഇവൻ? ഡി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണ്, എ എന്ന് പറയുന്നത് ഞാനാന്ന് വിചാരിക്കുക. എൻ്റെ അമ്മയാണ് ബി അല്ലേ, എൻ്റെ അമ്മയാണ് ബി. ഓക്കെ ആണല്ലോ. എൻ്റെ അമ്മയുടെ അമ്മയാണ് സി ആണോ? എൻ്റെ അമ്മയുടെ അമ്മയാണ് സി. ഓക്കെ ആണല്ലോ. അവരുടെ മകനാണ് ഡി എന്ന് വെച്ചാൽ എൻ്റെ മാമനല്ലേ ഡി? അതായത് സിയുടെ മകളാണ് ഡി, സിയുടെ മകനാണ് ഡി. സിയുടെ മകളെന്ന് വെച്ചാൽ എൻ്റെ അമ്മ, സിയുടെ മകനെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ സഹോദരൻ, എൻ്റെ അമ്മാവൻ അല്ലെങ്കിൽ മാമൻ. ഇതിനകത്ത് അമ്മാവൻ എന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത്? എ എന്ന് വെച്ചാൽ എയുടെ ആരാണ് ഡി? എയുടെ അമ്മാവനാണ് ഡി. ഓപ്ഷൻ സി സെറ്റ്. എയുടെ അമ്മാവനാണ് ഡി. ഓപ്ഷൻ സി സെറ്റ്. പക്കയല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ട് വരാൻ ചാൻസും ഇല്ല. സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന പരിപാടിയാണ്. ഈ ഒരു പരിപാടി ചെയ്യണം. എങ്ങനെ ചെയ്യണം? നിങ്ങൾ കുറച്ചധികം PVQ ഒന്ന് ചെയ്യുക, കുറച്ച് മോക്ക് ചെയ്യുക. ഈ ഒരു ഫാമിലി റിലേഷൻസ് കിട്ടാൻ ഈ വരച്ച് ചെയ്യുന്നതിനാണ് ഏറ്റവും എളുപ്പം. ഇതിനൊക്കെ ഒന്ന് വരച്ച് ചെയ്യുന്നതിനാണ് ഏറ്റവും എളുപ്പം. എനിക്ക് ഏറ്റവും എളുപ്പം ഞാൻ എൻ്റെ ആൾക്കാരുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്നതാണ്. ഞാനാണെങ്കിൽ എൻ്റെ അമ്മ ബി, എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ അമ്മൂമ്മയാണ് സി, അമ്മൂമ്മയുടെ മക്കളാണ് മകനാണ് ഡി
എൻ്റെ മാമനാണ് ഡി, എൻ്റെ അമ്മയാണ് ബി. ഓക്കെ, എൻ്റെ അമ്മൂമ്മയുടെ 2 മക്കളാണ് ഇവർ രണ്ടുപേരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മാമനല്ലേ ഡി. എയും ഡിയുള്ള കണക്ഷൻ ആരാണ്? എൻ്റെ മാമനാണ്, എൻ്റെ അമ്മാവനാണ്. സെറ്റല്ലേ, പക്കയല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്താലേ കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. ഒരു സമാന്തര ശ്രേണിയിലെ 15-ാം പദവും 5, 5-ാം പദം 15ഉമായാൽ 30-ാം പദം എത്ര? എടാ, ഈ ഒരു സമാന്തര ശ്രേണിയിലെ 15-ാം പദം 5ഉം 5-ാം പദം 15ഉമായാൽ 30-ാം പദം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് AP-യുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയത്. ഓക്കെ ആണല്ലോ? ഇത് സിമ്പിളായിട്ട് ചെയ്തു വരാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ചോദ്യമാണ്. ഒരു സമാന്തര ശ്രേണിയിലെ 15-ാം പദം 5 പറയുന്നുണ്ട്, 5-ാം പദം 15 പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ സമാന്തര ശ്രേണി എന്നുള്ള ഭാഗം നിങ്ങൾക്ക് സ്കൂൾ ടെസ്റ്റിനകത്തുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. 15-ാം പദം 5, 5-ാം പദം 15. ഇങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പദങ്ങൾ തമ്മിലങ്ങ് കൂട്ടുക. ഇതിനകത്ത് 15-ാം പദം 5, 5-ാം പദം 15. അപ്പോൾ ഈ 5ഉം 15ഉം കൂടെ കൂട്ടാണെന്നല്ല ഞാൻ പറഞ്ഞത്. 15-ാം പദം 5, 5-ാം പദം 15. അപ്പോൾ എത്രാമത്തെയാണ്? 15 + 5. ഇത് രണ്ടും കൂടെ കൂട്ടുക. എത്ര കിട്ടി? 20 കിട്ടി. കണ്ടുപിടിക്കേണ്ട എത്രയാണ്? 30-ാം പദം എത്ര? 30-ാം പദം എത്ര? ഈ 20 നിന്ന് കണ്ടുപിടിക്കേണ്ട പദം നമുക്ക് മൈനസ് ചെയ്യുക. ഓക്കെ ആണല്ലോ? അപ്പോൾ എത്ര കിട്ടി? -10 കിട്ടി. ഇതാണ് നമ്മുടെ ഉത്തരം. സിമ്പിളായിട്ട് കിട്ടും, സെക്കൻഡിനുള്ളിൽ കിട്ടും. ഓക്കെ ആണല്ലോ? ഈ ഫോർമാറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സമാന്തര ശ്രേണിയിലെ 15-ാം പദം 5, ഇനി ഈ 5 തുടങ്ങണം, 5-ാം പദം തിരിച്ച് 15. ആ ഒരു ഫോർമാറ്റ് ആയിരിക്കണം. ഫോർമാറ്റ് മനസ്സിലായല്ലോ? 15-ാം പദം 5ഉം തിരിച്ച് 5-ാം പദം 15ഉമായാൽ 30-ാം പദം കാണുക. നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, 30-ാം പദം കാണുക. അതൊക്കെ 15ന് ഡബിൾ 30, ആ രീതിയിലാണ് അവർ എടുത്തിരിക്കുന്നത്. സോ ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. 30-ാം പദം കാണുക. അപ്പോൾ ഈ പദങ്ങൾ തമ്മിലങ്ങ് കൂട്ടുക. 15ഉം 5ഉം കൂടെ കൂട്ടിയപ്പോൾ 20. കണ്ടുപിടിക്കേണ്ട പദം എത്രയാണ്? 30-ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ 20-ൽ നിന്ന് 30 അങ്ങ് മൈനസ് ചെയ്യുക. പ്ലസും മൈനസും കൃത്യമായി കൊടുക്കുക. -10 കിട്ടിയ ഉത്തരം. നമ്മുടെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ബി, -10. സെറ്റാണല്ലോ? ഈ ഒരു കണക്ഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി തന്നെ പോവുക. ഈ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക. 15-ാം പദം 5 തിരിച്ച് 5-ാം പദം 15 ആയാൽ കണ്ടുപിടിക്കേണ്ടത് 30-ാം പദം. അപ്പോൾ ആദ്യം ഇത് രണ്ടും കൂടെ കൂട്ടുക. 15ഉം 5ഉം 20 എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കണ്ടുപിടിക്കേണ്ട 30, അതിനകത്ത് നിന്ന് മൈനസ് ചെയ്യുക. 20-ൽ നിന്ന് 30 പോയാൽ -10. സെറ്റാണ്. ഓക്കെ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ നോക്കിക്കോളൂ. ഒരു ജോലി ചെയ്യാൻ 6 ദിവസവും, ജോലി സമയം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇപ്രാവശ്യം ചോദ്യം വന്നിരുന്നു, അതുകൊണ്ടൊന്ന് പറയുന്നതാണ്. ഒരു ജോലി ചെയ്യാൻ 6 ദിവസവും ഒരു ജോലി ചെയ്യാൻ 12 ദിവസവും എടുത്താൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ജോലി ചെയ്യാൻ എത്രയാണ്? 6 ദിവസവും ഒരു ജോലി ചെയ്യാൻ 12 ദിവസവും എടുത്താൽ ഇവർ ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് പറയുന്നത്. എടാ, മനസ്സിലാക്കേണ്ട കാര്യം, സമയവും ജോലി സമയം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് മിക്കപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒരു ചോദ്യം ഇപ്രാവശ്യം വന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഇനി പ്രതീക്ഷിക്കാതിരിക്കേണ്ട. അത് നിരന്തരം ചോദിക്കുന്നൊരു ഭാഗം തന്നെയാണ്. ഓക്കെ, അതിനു മുൻപ് ഞാൻ പറയാം, നമ്മൾ സ്പീഡ് ടൈമൊക്കെ പഠിക്കുമ്പോൾ DST എന്ന് പറയുന്ന ഇക്വേഷൻ പഠിക്കുന്നത് പോലെ ഇതിനകത്ത് നമ്മൾ അനുസരിക്കേണ്ടത് വെറ്റ് എന്ന് പറയുന്ന ഒരെണ്ണം പഠിച്ചിരിക്കണം. വെറ്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ മനസ്സിലാക്കിയിരിക്കണം. അതായത് വർക്ക് എഫിഷ്യൻസി ടൈം. വർക്ക് എന്ന് പറയുമ്പോൾ വർക്ക് കണ്ടുപിടിക്കാൻ എഫിഷ്യൻസിയും ടൈമും കൂടെ എന്ത് ചെയ്യുക? എഫിഷ്യൻസിയും ടൈമും കൂടെ മൾട്ടിപ്പിൾ ചെയ്യുക. എഫിഷ്യൻസി എന്ന് വെച്ചാൽ കഴിവ്. ഓക്കെ ആണല്ലോ? ടൈം എന്ന് വെച്ചാൽ എത്ര സമയം എടുക്കുന്നു എന്നുള്ളത്. അതാണ് ടോട്ടൽ വർക്ക് കാണാനുള്ളത്. ഇൻ കേസ് എഫിഷ്യൻസി, ഒരാളുടെ കഴിവ് കാണാനാണെങ്കിൽ അയാളുടെ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ അയാളെടുത്ത സമയം, W/T ചെയ്യാം. ഇനി അയാളുടെ ടൈം കാണാനാണെങ്കിൽ അയാളെടുത്ത വർക്ക്, അയാളുടെ എഫിഷ്യൻസി, അയാളുടെ ടൈം കാണാനാണെങ്കിൽ അയാൾ എത്ര സമയം കൊണ്ട്, എത്ര ദിവസം കൊണ്ട് എടുത്തു എന്ന് കാണുക. അയാളുടെ ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ അയാളുടെ എഫിഷ്യൻസി, അയാളുടെ കഴിവ്. ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പരിപാടി. നമ്മൾ നേരത്തെ DST, സമയം, ട്രെയിനിൻ്റെ കണക്കൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ? DST എന്ന് പറയാം. അതായത് വെറ്റ് എന്ന് പറയാം, WET, വർക്ക് എഫിഷ്യൻസി ടൈം. ഓരോന്ന് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വർക്ക് എന്ന് വെച്ചാൽ അവിടെ ചെയ്ത് തീർക്കാനുള്ള ആകെ ജോലി എത്രയാണ്, അതാണ് വർക്ക്. എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ എഫിഷ്യൻസി ഉണ്ട്. അതായത് ഒരാൾ ജോലി ചെയ്യാൻ കുറേ ദിവസം എടുത്താൽ അയാൾക്ക് കഴിവ് കുറവാണെന്ന് അർത്ഥം. കുറച്ച് ദിവസം കൊണ്ട് ജോലി തീർക്കുമെങ്കിൽ അയാൾക്ക് കഴിവ് കൂടുതൽ, എഫിഷ്യൻസി കൂടുതൽ. അതായത് ഈ പറയുന്ന എഫിഷ്യൻസിയും ടൈമും എന്താണ്? അത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. അതായത് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറേ സമയം എടുത്താൽ അയാളുടെ കഴിവ് കൂടുമെന്നാണോ? അല്ല. എനിക്കൊരു ജോലി തന്നു, അതേ ജോലി എൻ്റെ കൂട്ടുകാരനും കൊടുക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് പണിയെടുത്ത് തീർന്നിട്ട് പോയി, അതേ ജോലി ഞാൻ പിന്നെയും കുറേ സമയം എടുത്തു. എൻ്റെ മീനിങ് എന്താണ്? അവനതിനകത്ത് സ്കില്ലുണ്ട്, അതായത് അവനതിനകത്ത് കഴിവുണ്ട്, എനിക്കതിനകത്ത് കഴിവ് കുറവാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്?
ഞാൻ സമയമെടുത്തത്. അപ്പം എന്താണ് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ, കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടുത്തെ ടൈം കുറയും. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് ആലോചിച്ച് വെക്കുക. എഫിഷ്യൻസി ടൈം എന്ന് വെച്ചാൽ എന്താണ്? ടൈം എത്ര ദിവസം എടുക്കും, ടോട്ടൽ എനിക്കൊരു വർക്ക് ചെയ്യാൻ എത്രയാണോ ടോട്ടൽ വർക്ക്, അത് എൻ്റെ കഴിവ് എത്രയാണോ എൻ്റെ റേഷ്യോ അത് വെച്ച് ഡിവൈഡ് ചെയ്താൽ ഞാൻ ആ വർക്ക് ചെയ്ത് തീർക്കാൻ എടുക്കുന്ന സമയം എനിക്ക് കിട്ടും. ഇതാണ് അതിൻ്റെ ഒരു രീതി. അത് വെച്ചിട്ടാണ് നമുക്കിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരാളും ബി എന്ന് പറയുന്ന ഒരാളുണ്ട്. എ എന്ന് പറയുന്ന ഒരാളുണ്ട്, ബി എന്ന് പറയുന്ന ഒരാളുണ്ട്. എ ഒരു ജോലി ചെയ്യാൻ 6 ദിവസമാണ് എടുക്കുന്നത്. എ ഒരു ജോലി ചെയ്യാൻ 6 ദിവസം എടുക്കും. ബി ഒരു ജോലി ചെയ്യാൻ 12 ദിവസം എടുക്കും. ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യുക, നമ്മുടെ വർക്ക് കാണാൻ വേണ്ടി, ഇവരുടെ വർക്ക് കാണാൻ വേണ്ടി ഇതിൻ്റെ LCM അങ്ങ് കാണുക. ഇവരുടെ വർക്ക് കാണാൻ വേണ്ടി എന്ത് ചെയ്യുക, LCM കാണുക. LCM കാണാനുള്ള ഏറ്റവും നല്ല മെത്തേഡ് ഞാൻ പറഞ്ഞുതരാമെന്നല്ല, നിങ്ങൾക്കറിയാം. 2 നമ്പേഴ്സിൻ്റെ LCM കാണാൻ അതിനകത്ത് ഏറ്റവും വലിയ നമ്പർ എടുക്കുക, എന്നിട്ട് ചെറിയ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ അതുണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് 6ഉം 12ഉം, 12ൻ്റെ ഏറ്റവും വലുത് 12ആണ്. സോ അതിനകത്ത് ചെറുത് 6ആണ്. അപ്പോൾ ചെറിയ ആയിട്ടുള്ള 6ൻ്റെ ടേബിളിൽ 12 വരുന്നുണ്ടോ? 6 2 12 വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ LCM 12. വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്തതിൻ്റെ അതിൻ്റെ മൾട്ടിപ്പിൾ കയറി പോകും. മനസ്സിലായോ? അതാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ കേസ് അവിടെ 6ൻ്റെ ടേബിൾ വന്നില്ല എന്നുണ്ടെങ്കിൽ 12ൻ്റെ അടുത്ത മൾട്ടിപ്പിൾ പോകും. അതായത് 24 പോകും. 24 വരുന്നുണ്ട് പോകും. അടുത്ത മൾട്ടിപ്പിൾ പോകും. അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അതാണ് LCM. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. സോ 6 12 LCM 12 അന്ന് കിട്ടി. സോ ഇവിടെ കിട്ടിയ LCM 12 ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എത്രയാണ്? 12. വർക്ക് എത്രയാണ്? ഇതാണ് അവരുടെ വർക്ക് 12. ഓക്കെ ആണല്ലോ. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ LCM കണ്ടുപിടിക്കുന്നതാണ് ടോട്ടൽ വർക്ക്. ഓക്കെ, ഇനി ഞാനിത് പറയാം. ഇനി ഇവരുടെ എഫിഷ്യൻസി കാണാൻ എളുപ്പമാണ്. ബിയുടെ എഫിഷ്യൻസി കാണാൻ 12 ഇൻറ്റു എത്ര ചെയ്താലാണ് 12 കിട്ടുന്നത്? 12 ഇൻറ്റു 1 ചെയ്താലാണ് 12 കിട്ടുന്നത്. 6 ഇൻറ്റു എത്ര ചെയ്താലാണ് 12 കിട്ടുന്നത്? 6 ഇൻറ്റു 2 ചെയ്താലാണ് 12 കിട്ടുന്നത്. അതായത് അതിൻ്റെ മീനിങ് എന്താ? എഫിഷ്യൻസി കൂടുതൽ ആർക്കാണ്? മനസ്സിലാക്കുക. ഇതാ 6 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത് അല്ലേ? എ എന്ന് പറയുന്ന ആൾ 6 ദിവസം കൊണ്ട് ഈ 12 എന്ന് പറഞ്ഞ ജോലി കിട്ടും. ഓക്കെ, എഫിഷ്യൻസി കൂടുതൽ ആർക്കാണ്? അപ്പം എക്കാണ്. കാര്യം 2ആണ് എഫിഷ്യൻസി കാണിക്കുന്നത്. ഇവിടെ എഫിഷ്യൻസി 1ആണ്, കുറവാണ്. അതുകൊണ്ട് ഇയാൾ 6 ദിവസമേ എടുക്കത്തുള്ളൂ. പക്ഷേ ഇയാൾ അതിൻ്റെ ഇരട്ടി 12 ദിവസം എടുക്കും. അതായത് ഇയാളുടെ എഫിഷ്യൻസി കുറവാണ്, അതുകൊണ്ട് ദിവസം കൂടുതലെടുത്തു. ഇയാളുടെ എഫിഷ്യൻസി കൂടുതലാണ്, അതുകൊണ്ട് ദിവസം കുറവെടുത്തു. രണ്ടുപേരുടെയും വർക്ക് കാണാൻ രണ്ടുപേരും ചെയ്യുന്ന ദിവസങ്ങളുടെ LCM എടുത്താൽ ടോട്ടൽ വർക്ക് കിട്ടി. ഓക്കെ, രണ്ടുപേരുടെ എഫിഷ്യൻസി കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് ഇയാളുടെ എഫിഷ്യൻസി, ഇത് ഇയാളുടെ എഫിഷ്യൻസി. അതിനുശേഷം എന്ത് ചെയ്യുക? ഇവർ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം എടുക്കും? ദിവസമാണേ പറയുന്നത്. ദിവസം എന്ന് വെച്ചാൽ ടൈം. വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്യുക, അതാണ് ടൈം. വർക്ക് ബൈ എഫിഷ്യൻസി ചെയ്യുക. മനസ്സിലാക്കുക. വർക്ക് എന്ന് വെച്ചാൽ എന്താ? ഈ രണ്ടെണ്ണത്തിൻ്റെ LCM അല്ലേടാ വർക്ക്. അതായത് 12 ആണ് വർക്ക്. സോ നമുക്കിവിടെ എഴുതാം. മുകളിലോട്ടെന്ന് എഴുതുവാണേ 12 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി. ബി മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ബിയുടെ എഫിഷ്യൻസി 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ എയുടെ എഫിഷ്യൻസി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടുപേരും കൂടെയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരുടെ എഫിഷ്യൻസി കൂടെ കൂട്ടിയാണ് ഡിവൈഡ് ചെയ്യുക. അതായത് 2ഉം 1ഉം കൂടെ കൂട്ടിയതിന് ശേഷം എത്രയാണ്? 3ആണ് ഇവരുടെ രണ്ടുപേരുടെ എഫിഷ്യൻസി. അതാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവർ ഒരുമിച്ച് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കും? ഇവർ ഒരുമിച്ച് ജോലി ചെയ്താൽ ഇവരുടെ രണ്ടുപേരുടെയും കഴിവുകൾ, എഫിഷ്യൻസി അവിടെ ആഡ് ചെയ്യും. അതായത് ടോട്ടൽ വർക്ക് 12 തീർക്കാൻ രണ്ടുപേരുടെയും കഴിവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 3. 12 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 4 കിട്ടും അല്ലേ? 4 3 12. അപ്പം 4ആണ് ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്താൽ 4 ദിവസം കൊണ്ട് എന്ത് ചെയ്യും? ഈ വർക്ക് തീരും. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്താൽ എന്താണ്? 4 ദിവസം കൊണ്ട് ഈ വർക്ക് തീരും. മനസ്സിലായോ? സെറ്റാണോ? എ 6 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു, ബി 12 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ രണ്ടിനോട് ഒരുമിച്ചുണ്ടെങ്കിൽ 4 ദിവസം കൊണ്ട് തീർക്കും. ഞാനൊരു കാര്യം പറഞ്ഞു, ദിവസം കൂടുന്നതനുസരിച്ച് എഫിഷ്യൻസി കുറയും, ദിവസം കുറയുന്നതനുസരിച്ച് എഫിഷ്യൻസി കൂടും. കഴിവുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം? ജോലി തീർക്കാം. ടൈം കുറച്ച് മതി. അതാണ് അതിൻ്റെ മീനിങ്. ഇത് ഓർക്കുക. വെറ്റ് വർക്ക് കാണാൻ എഫിഷ്യൻസി ഇൻറ്റു ടൈം, എഫിഷ്യൻസി കാണാൻ വർക്ക് ബൈ ടൈം, അതാണൊക്കെ ടൈം കാണാൻ വർക്ക് ബൈ എഫിഷ്യൻസി അല്ലേ? എഫിഷ്യൻസി കാണാൻ എന്താണ്? വർക്ക് ബൈ ടൈം. അതായത് ഇത് കണ്ടേ 12/2 ഇതാണ് വർക്ക്. ടൈം എന്ന് വെച്ചാൽ അയാളുടെ സമയം. അങ്ങനെയാണ് ഈ 2 വന്നത്. മനസ്സിലായോ? 12/6 2. അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 6 × 2 ചെയ്യുമ്പോൾ 12, 12 × 1 ചെയ്യുമ്പോൾ 12. അങ്ങനെ എടുത്താൽ മതി. സെറ്റാണ്. ഉത്തരം കിട്ടി. എന്ത്? ടൈം വർക്ക് ബൈ എഫിഷ്യൻസി. 12 വർക്ക് തീർക്കാൻ രണ്ടുപേരുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി 2 1 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ദിവസം കൊണ്ട് ഇവർ ഒരുമിച്ച് പണി ചെയ്ത് തീർക്കുമെന്ന് ഉള്ള കാര്യം മനസ്സിലായി. അപ്പോൾ ജോലി സമയം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാൽ ഈ മെത്തേഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഏകദേശം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കഴിഞ്ഞ 2 ഫേസുകളിൽ വന്നിട്ടുള്ള എല്ലാത്തിൻ്റെയും ടോപ്പിക്കുകളിൽ നിന്ന് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം എന്ത് ചെയ്യുക?
ഒന്ന് നോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം എല്ലാ ടോപ്പിക്കുകളും കൃത്യമായിട്ട് നിങ്ങൾ അത് പഠിച്ച് മാറ്റുക. അതായത് ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യുക, പഠിച്ചതിന് ശേഷം മാത്രമേ എക്സാം ഹാളിൽ പോകാവൂ. അല്ലാതെ നിങ്ങൾ പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടിയൊരു സമയമാണ്, അതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ആരെയും പഴിചാരാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വഴി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ് ഏറ്റവും വലിയ വില്ലൻ, അതുപോലെ സമയമാണ് നായകനും. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്ന സമയം അത് ഉപയോഗപ്പെടുത്തുക. അല്ലാതെ ആ സമയം നഷ്ടപ്പെട്ടു പോയി എന്നാൽ ആലോചിച്ചിരിക്കാതെ, അതെങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിനെപ്പറ്റി പഴിചാരി ഇരിക്കാതെ കിട്ടിയ സമയം ഉപയോഗപ്പെടുത്തി അത് എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ അടുത്ത എക്സാമിന് അങ്ങോട്ട് സെറ്റ് ആവുക. നിങ്ങൾ പോയി പഠിച്ച് എക്സാം എഴുതുക, വേറൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്കുള്ള ജോലിയാണെങ്കിൽ അത് നിങ്ങളുടെ അടുത്ത് തന്നെ എത്തിയിരിക്കും. ധൈര്യമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു സർക്കാർ ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം. ബൈ.